السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉംദത്തുൽ അഹ്കാമിൽ അടുത്തതായി നമ്മൾ വായിക്കാൻ പോകുന്ന ഹദീസുകൾക്ക് മുഅല്ലിഫ് അബ്ദുൽ ഗനി അൽ മുഖ്ദസി റഹിമഹുല്ലാ നൽകിയിട്ടുള്ള പേര് ബാബുൻ ജാമിഉൻ എന്നാണ്. മുഹദ്ദിസുകൾ അഥവാ ഹദീസ് പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പൊതുവെ കൊടുക്കാറുള്ള ഒരു ഹെഡിങ് ആണ് ബാബുൻ ജാമിഉൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ ഹെഡിങ്ങുകളൊക്കെ നമ്മൾ ഓരോ വിഷയങ്ങൾ കണ്ടു. ഇന്ന വിഷയങ്ങളാണ് അതിൻ്റെ ഹെഡിങ് കണ്ടു. അതിന് തെളിവായിട്ടുള്ള ഹദീസുകളാണ് അതിൻ്റെ താഴെ ഉണ്ടായിരുന്നത്. എന്നാൽ ബാബുൻ ജാമിഉൻ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു പ്രത്യേക വിഷയത്തിനുള്ള തെളിവുകളായിട്ടുള്ള ഹദീസുകളായിരിക്കുകയില്ല, മറിച്ച് ധാരാളം ഹദീസുകൾ അതിലുണ്ടാകും. അഥവാ ഇത് കിതാബു സ്വലാത്തിലെ നിസ്കാരവുമായി ബന്ധപ്പെട്ട വലിയ അധ്യായത്തിലെ ഉപഅധ്യായങ്ങളാണ്. അപ്പം അതിലുള്ള നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യത്യസ്ത മസ്അലകൾ, അതിന് തെളിവായിട്ടുള്ള ഹദീസുകളായിരിക്കും ഇതിലുണ്ടാകുക. ഒരു പ്രത്യേക വിഷയത്തിനായിട്ട് കൊടുക്കാതെ ഒരു കിതാബു ജാമിയിൽ ഒരുപാട് ഉൾക്കൊള്ളിക്കുക എന്നുള്ളത് മുൻഗാമികളായ പലരും അത് ചെയ്തിട്ടുണ്ട്. ഇമാം മാലിക് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുവത്തയിലൊക്കെ ഈ രൂപത്തിൽ കൊടുത്തതായി കാണാൻ സാധിക്കും. ഇപ്പം അദ്ദേഹത്തിന്റെ കിതാബു സിയാമു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കിതാബു സല കഴിഞ്ഞാൽ അവിടെ ഒരു ബാബുൻ ജാമി ഉണ്ടാവും, നിസ്കാരവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത മസലകൾ ഉൾക്കൊള്ളുന്ന ഹദീസുകൾ. നോമ്പ് കഴിഞ്ഞാൽ അവിടെ ഒരു ബാബുൻ ജാമി ഉണ്ടാകും. അങ്ങനെ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ അദ്ദേഹം ഇതേപോലെ ബാബുൻ ജാമിഉൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഇതിലങ്ങനെ വ്യത്യസ്ത നിസ്കാരവുമായി ബന്ധപ്പെട്ട മസ്അലകളാണ് കൊടുത്തിട്ടുള്ളത്. അതിലോരോന്നായി വായിക്കാം. ഒന്നാമത്തെ ഹദീസ് അൻ അബി ഖതാദത്തുൽ ഹാരിസ് ഇബ്നു റിബ്ഇ അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ് ഫലാ യജ്ലിസ് ഹത്താ യുസല്ലി റകഅതൈൻ. ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത് സഹാബിയായ അബൂ ഖതാദ അൽ ഹാരിസ് ഇബ്നു റിബ്ഇ അൽ അൻസാരി റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇദാ ദഖല അഹദുകും അൽ മസ്ജിദ്, നിങ്ങളിൽ ഒരാൾ മസ്ജിദിലേക്ക് പ്രവേശിച്ചാൽ ഫലാ യജ്ലിസ്, അപ്പോൾ അവൻ ഇരിക്കരുത്, ഹത്താ യുസല്ലിയ റകഅതൈൻ, അവൻ 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷമല്ലാതെ. ഇതാണ് ഈ ഹദീസിലുള്ളത്. കേൾക്കുമ്പോൾ തന്നെ അറിയാം ഈ ഹദീസ് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. തഹിയ്യത്തുൽ മസ്ജിദാണ്, അതുമായി ബന്ധപ്പെട്ട അഹ്കാമാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഒരാൾ മസ്ജിദിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ ആ മസ്ജിദിൽ ഇരിക്കുന്നതിന് മുമ്പായിട്ട് 2 റക്അത്ത് നിസ്കരിക്കണം. ആ നിസ്കാരത്തിന് പറയുന്ന പേരാണ് തഹിയ്യത്തുൽ മസ്ജിദ് എന്നുള്ളത്. മസ്ജിദിലേക്ക് കയറിയാൽ നമ്മൾ ആദ്യമായി സാധാരണ 2 മനുഷ്യന്മാർ കണ്ടുമുട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ, മനുഷ്യന്മാരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള തഹിയ്യത്ത് സലാം കൊണ്ടാണ്. അസ്സലാമു അലൈക്കും എന്നാണ് അവിടെയുള്ള തഹിയ്യത്ത്. അങ്ങനെയാണ് വീട്ടിലേക്ക് പ്രവേശിക്കേണ്ടത്. സ്വന്തം വീട്ടിലായാലും ശരി, മറ്റുള്ള ആളുകളുടെ വീട്ടിലായാലും ശരി, ബൈത്തുൽ ആദമി മനുഷ്യന്മാരുടെ വീട്ടിലുള്ള തഹിയ്യത്ത് അത് സലാമാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇത് അള്ളാഹുവിന്റെ ഭവനമാണ്. നമുക്ക് അള്ളാഹുവിനോട് സലാം പറയാനില്ല, മറിച്ച് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് തഹിയ്യത്തായിട്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള ഒരു ഇബാദത്ത് അഥവാ നിസ്കാരം അത് നിർവഹിക്കുകയാണ്. കാരണം ഈ മസ്ജിദ് നിർമ്മിച്ചതിന്റെ ലക്ഷ്യം തന്നെ എന്താണ്? മസ്ജിദുകളുടെ ലക്ഷ്യം തന്നെ നിസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതാണ് അതിന്റെ അടിസ്ഥാനം. അതല്ലാത്ത മറ്റു ഇബാദത്തുകളുമുണ്ട്. ഇൽമു പഠിപ്പിക്കുക, ഇൽമു പഠിക്കുക, ഇഅ്തിഖാഫ്, അങ്ങനെ പല ഇബാദത്തുകളും മസ്ജിദിലുണ്ട്. പക്ഷെ അതിന്റെ അടിസ്ഥാനം എന്താണ്? നിസ്കരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള ആ അടിസ്ഥാനത്തിൽ നിന്നുള്ള ഒരു 2 റക്അത്ത് ആ നിസ്കാരം അതുകൊണ്ട് മസ്ജിദിൽ കയറി ആരംഭിക്കുകയാണ്. അതാണ് തഹിയ്യത്തുൽ മസ്ജിദ് എന്നുള്ളത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇത് നമ്മൾ മസ്ജിദിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഇത് വേണ്ടത്. ഇദാ ദഖല അഹദുകും അൽ മസ്ജിദ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന അൽ മസ്ജിദ് എന്ന് പറയുന്നത് നിസ്കരിക്കുന്ന എല്ലാ സ്ഥലത്തിനുമല്ല. കാരണം അങ്ങനെ മസ്ജിദ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അർത്ഥം വെക്കാം. അഥവാ സുജൂദ് ചെയ്യുന്ന സ്ഥലത്തിന് മസ്ജിദ് എന്ന് പറയാം.
ഇപ്പൊ ഒരാൾ വീട്ടിലൊരു മുറി ഉണ്ടാക്കിയാൽ അത് ആ നിലക്കൊരു മസ്ജിദാണ്. പക്ഷെ അത് വഖഫ് ചെയ്യപ്പെട്ട മസ്ജിദല്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് വഖഫ് ചെയ്യപ്പെട്ട മസ്ജിദുകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് നമുക്കറിയാം, ഇതൊക്കെ ഒരു മസ്ജിദാണ്. എന്നാൽ അതല്ലാത്ത നമ്മൾ ചിലപ്പോൾ ഫ്ലാറ്റുകളിലോ അതല്ലെങ്കിൽ മാളുകളിലോ ഒക്കെ ഒരു റൂം ഉണ്ടാകും നിസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട്. അത് മസ്ജിദിന്റെ ഹുക്കുമല്ല വരിക. അതിന് മസ്ജിദിന്റെ ഹുക്കുമല്ല വരിക. നമ്മൾ വാടക കൊടുത്തിട്ട് ഉണ്ടാക്കുന്ന കെട്ടിടങ്ങൾ ഉണ്ടാകും. അതല്ല എങ്കിൽ അങ്ങനെ താൽക്കാലികമായിട്ട് മസ്ജിദ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ചില ആളുകൾ ഓഫീസുകളിലൊക്കെ അങ്ങനെ ഒരു പ്രത്യേക മുറി ഉണ്ടാക്കും. എല്ലാ ആളുകളും ചിലപ്പോൾ ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കും. പക്ഷെ അത് മസ്ജിദിന്റെ ഹുക്കുമായിരിക്കുകയില്ല. കാരണം അത് വഖഫ് ചെയ്തിട്ടുണ്ടാവുകയില്ല. അതുകൊണ്ട് മസ്ജിദിന്റെ അഹ്കാമുകൾ അവിടെ പാലിക്കപ്പെടേണ്ടതില്ല. അഥവാ കച്ചവടം ചെയ്യാൻ പാടില്ല എന്നതുപോലെ, അതുപോലെ മസ്ജിദിൽ എത്തിയാലുള്ള തഹിയത്തുൽ മസ്ജിദ് അതൊന്നും അവിടെ ആവശ്യമില്ല. മറിച്ച് ഇത് പറയപ്പെടുന്നത് വഖഫ് ചെയ്യപ്പെട്ടിട്ടുള്ള മസ്ജിദിലാണ്. അങ്ങനെയുള്ള ഒരു മസ്ജിദിൽ എത്തിയാലുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അവൻ എന്ത് ചെയ്യണം? അവിടെ 2 റക്അത്ത് നിസ്കരിക്കണം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല മസ്ജിദ് എന്ന് പറയുന്നത് വലിയ ശ്രേഷ്ഠത കൊടുത്തിട്ടുള്ള, സ്ഥാനം കൊടുത്തിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ മറ്റെവിടെയെങ്കിലൊക്കെ വന്നിരിക്കുന്നത് പോലെ, മറ്റെവിടെയെങ്കിലൊക്കെ എത്തി അലക്ഷ്യമായി കഴിച്ചു കൂട്ടുന്നത് പോലെ കഴിച്ചു കൂട്ടുവാനുള്ളതല്ല. കാരണം അല്ലാഹു തആല ഇതിന് ബൈത്തുല്ലാഹ്, അള്ളാഹുവിന്റെ ഭവനം എന്ന് അള്ളാഹുലേക്ക് ചേർത്തി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ചേർത്തി പറയുന്നത് 2 രൂപത്തിലാണ്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്തായിട്ടുള്ള കാര്യം ചേർത്തി പറയാറുണ്ട്. കലാമുല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ സംസാരമാണ്. യദുല്ലാഹ്, അള്ളാഹുവിന്റെ കൈ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദാത്തിയായിട്ടുള്ള ഒരു സിഫത്താണ്, അള്ളാഹുവിന്റെ അസ്തിത്വത്തിലുള്ള ഒരു സിഫത്താണ്. ഇനി അതുപോലെ ചേർത്തി പറയുന്ന മറ്റൊരു കാര്യമാണ് ഷറഫ്. ഒരു കാര്യത്തിന് നല്ല ശ്രേഷ്ഠത ഉണ്ട് എങ്കിൽ അങ്ങനെയും ചേർത്തി പറയാറുണ്ട്. അതിൽപ്പെട്ടതാണ് ബൈത്തുല്ലാഹ് എന്നുള്ളത്, അള്ളാഹുവിന്റെ ഭവനം. അതിന്റെ ശ്രേഷ്ഠത, ചേർത്തി പറയപ്പെടുന്ന ആ മുദാഫിന്റെ ശ്രേഷ്ഠതയാണ് അറിയിക്കുന്നത്. നാഖത്തുല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒട്ടകം, അള്ളാഹു തആല പാറയിൽ നിന്നും പടച്ചിട്ടുള്ള ഒട്ടകമാണത്. അതുപോലെ തന്നെ അള്ളാഹു തആല ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ റൂഹുല്ലാഹ് എന്ന് പറഞ്ഞിട്ട്, റൂഹും മിൻ അല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള റൂഹ്, അള്ളാഹു തആലയിൽ പടച്ചിട്ടുള്ള റൂഹാണത്. അതല്ലാതെ അള്ളാഹുവിന്റെ ഒരു സിഫത്തല്ല, അള്ളാഹുവിന്റെ ദാത്തിയായതോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒക്കെ ഒരു സിഫത്തല്ല അത്. അതുപോലെ ബൈത്തുല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം വില കൊടുത്തിട്ടുള്ള, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഭൂമിയിൽപ്പെട്ടതാണിത്. അല്ലെ, ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളം സ്ഥലങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൽ കടലുകളുണ്ട്, കാടുകളുണ്ട്, അങ്ങാടികളുണ്ട്, മറ്റു പലതുമുണ്ട്. മനുഷ്യന് വാസയോഗ്യമായ പല സ്ഥലങ്ങളുമുണ്ട്. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മസ്ജിദുകളാണ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന മസ്ജിദുകളാണ്. അതുകൊണ്ട് ആ മസ്ജിദുകളിൽ എത്തുന്ന സമയത്ത് അതിൻ്റെതായ മര്യാദകൾ നമ്മൾ പാലിക്കേണ്ടത്, ധാരാളം മര്യാദകളുണ്ട്. നമ്മൾ വേറെ തന്നെ സംസാരിക്കേണ്ടതാണ്. മറ്റു സ്ഥലങ്ങളിലെ പോലെയല്ല. അവിടെ നമ്മൾ ബഹളം വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ അവിടെ നമ്മൾ കളിസ്ഥലങ്ങൾ പോലെ ആക്കാൻ പാടില്ല. മറിച്ച് അള്ളാഹുവിന്റെ ഭവനമാണ്, അവിടെ മലിനമാക്കാൻ പാടില്ല. അവിടെയുള്ള എന്തെങ്കിലുമൊക്കെ മാലിന്യം നമ്മൾ എടുത്തു നീക്കുന്നതിന് അതിന് പുണ്യമുണ്ട്. അതുപോലെ അവിടെ മറ്റു സ്ഥലങ്ങളെ പോലെ നമ്മൾ അലക്ഷ്യമായിട്ട് അതിനെ കാണാൻ പാടില്ല. അതിൽപ്പെട്ടതാണ് ആ മസ്ജിദിലേക്ക് എത്തിയാൽ അതിന്റെ ശ്രേഷ്ഠതയും അതിന്റെ ആദരവുമായിട്ട് നമ്മൾ ആ മസ്ജിദിൽ കയറിയാൽ 2 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളത്. ഇത് മസ്ജിദിന് വേണ്ടിയിട്ടുള്ള ഇബാദത്തല്ല, മറിച്ച് അള്ളാഹു തആലക്ക് വേണ്ടിയിട്ടുള്ള ഇബാദത്താണ്. കാരണം അവിടെയുള്ള തഹിയ്യത്ത് അത് മസ്ജിദിനല്ല, മറിച്ച് എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ളതാണ്. അപ്പോൾ അതിനാണ് തഹിയ്യത്തുൽ മസ്ജിദ് എന്ന് പറയുന്നത്. ഇനി ഈ ഹദീസിൽ നിന്നുള്ള ഫവായിദ് വായിക്കുന്നതിന് മുമ്പ് നമുക്ക് തഹിയ്യത്തുൽ മസ്ജിദുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ അഹ്കാമുകൾ, അഥവാ അത് പൊതുവെ ശ്രദ്ധിക്കേണ്ടതായ, അത് നിങ്ങൾ എഴുതി വെക്കണം, എഴുതുന്ന ആളുകൾ എഴുതി വെക്കണം. തഹിയ്യത്തുൽ മസ്ജിദുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട അതിന്റെ വിധിവിലക്കുകളാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ട് എന്താണ് തഹിയ്യത്തുൽ മസ്ജിദ്, അതുപോലെ അതിന്റെ ഹുക്കും എന്താണ് എന്ന ചർച്ചയാണ്. തഹിയ്യത്തുൽ മസ്ജിദിന് പണ്ഡിതന്മാർ പറഞ്ഞത്, തഹിയ്യത്തുൽ മസ്ജിദ് എന്ന് പറഞ്ഞാൽ റകഅതാനി യുസല്ലീഹിമാ അദ്ദാഖില ഇലൽ മസ്ജിദ്, മസ്ജിദിന്റെ അകത്ത് നിസ്കരിക്കുന്ന 2 റക്അത്തിനാണ് തഹിയ്യത്തുൽ മസ്ജിദ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഹുക്കും എന്താണ്? വഹിയ സുന്നത്തുൻ ഇജ്മാഅൻ ഫി കുല്ലി മൻ ദഖലൽ മസ്ജിദ്, മസ്ജിദിലേക്ക് പ്രവേശിക്കുന്ന ഓരോരുത്തർക്കും, ആണിനാകട്ടെ പെണ്ണിനാകട്ടെ, മസ്ജിദിലേക്ക് പ്രവേശിക്കുന്ന ഓരോരുത്തർക്കും അത് സുന്നത്താണ് എന്നതാണ് അതിന്റെ ഹുക്കുമ പറഞ്ഞിട്ടുള്ളത്. അത് സുന്നത്താണോ അല്ലേ എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ജുംഹൂർ പറയുന്നത് അത് സുന്നത്താണ് എന്നാണ്. എന്നാൽ ചില പണ്ഡിതന്മാർ, ലാഹിരികളായ ആളുകൾ, അത് വാജിബാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
അതുപോലെയുള്ള ചില ഇബ്നു ഹസ്ം റഹിമഹുള്ളയെ പോലെയുള്ള ചില ആളുകളും അത് വാജിബാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ജുംഹൂറും അത് പറയുന്നത് സുന്നത്താണ് എന്നുള്ളതാണ്. അത് വാജിബാണ് എന്ന് പറയുന്ന ആളുകൾ ഈ ഹദീസിൽ നിന്ന് നേർക്ക് നേരെ തന്നെയാണ് തെളിവ് പിടിച്ചിട്ടുള്ളത്. കാരണം ഈ ഹദീസിൽ എന്താണ് പറഞ്ഞത്? ഫലാ യജ്ലിസ്, അവൻ ഇരിക്കാൻ പാടില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യത്തെ വിലക്കിയാൽ അതെന്താണ്, എന്തിനെ കുറിക്കുന്നു? അത് തഹ്രീമിനെ കുറിക്കുന്നു. ഒരു കാര്യം കൽപ്പിച്ചാൽ അത് വുജൂബിനെ കുറിക്കുന്നു, ഒരു കാര്യം വിലക്കിയാൽ അത് തഹ്രീമിനെ, ഹറാമാണെന്നതിനെ കുറിക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് ഇത് ഹറാമായില്ല? ഭൂരിഭാഗം പണ്ഡിതന്മാരും എന്തുകൊണ്ട് ഇത് ഹറാമാണ് എന്ന് പറയുന്നില്ല, അതല്ലെങ്കിൽ തഹിയ്യത്തുൽ മസ്ജിദ് നിസ്കരിക്കൽ വാജിബാണെന്ന് പറയുന്നില്ല? കാരണം അപ്പുറത്ത് അതല്ലാത്ത ധാരാളം ഹദീസുകളുണ്ട്. ചില റിവായത്തുകളിൽ ചില ആളുകൾ മസ്ജിദിലേക്ക് വന്നപ്പോൾ അവർ നിസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഇരിക്കാൻ പറഞ്ഞ സന്ദർഭങ്ങളുണ്ട്. മജ്ലിസുൽ ഇൽമിലേക്ക് വന്ന 3 ആളുകൾ വന്ന് ആ മസ്ജിദിലിരുന്ന സംഭവങ്ങളുണ്ട്. അതിന് ചില ഹദീസുകൾക്കൊക്കെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാഹ് മറുപടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ ഷറഹിൽ അദ്ദേഹം വാജിബാണ് എന്ന് പറയുന്ന ഖൗലാണ് ഏറ്റവും ഖവിയായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ മജ്മുഉൽ ഫതാവയിലൊക്കെ ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാഹ് അത് ജുംഹൂർ പറഞ്ഞതുപോലെ തന്നെ മുസ്തഹബാണ് എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് വല്ലാഹു അലം അദില്ലത്തുകൾ, തെളിവുകൾ പരിശോധിക്കുമ്പോൾ അതാണ് ഏറ്റവും ശരിയായി മനസ്സിലാക്കുന്നത്. കാരണം അതിന് ഇമാം ഖുർത്തുബി റഹിമഹുള്ളയെ പോലെയുള്ള പല പണ്ഡിതന്മാരും അത് പറഞ്ഞിട്ടുള്ളത്, ഒരാൾ വുളു ഇല്ലാതെ മസ്ജിദിലേക്ക് വരികയാണ് എങ്കിൽ അവൻ എന്ത് ചെയ്യേണ്ടതില്ല? നിസ്കരിക്കേണ്ടതില്ല. കാരണം അവനവിടെ വുളു ഇല്ലാത്ത ഒരാൾ മസ്ജിദിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ വുളു എടുത്തേ മസ്ജിദിൽ കയറാൻ പറ്റൂ എന്ന് നിബന്ധനയില്ല. ഒരാൾക്ക് മസ്ജിദിൽ കയറണമെങ്കിൽ വുളു എടുക്കണമെന്ന് യാതൊരു ഷർത്തുമില്ല. വുളു ഇല്ലാത്ത ഒരാൾക്കും മസ്ജിദിലേക്ക് പ്രവേശിക്കാം. വുളു നിബന്ധനയല്ല. അപ്പൊ വുളു ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഖിതാബ് ബാധകമല്ല. കാരണം വുളു ഇല്ലാത്ത ആൾ നിസ്കരിക്കാൻ പാടില്ല. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇരിക്കാം. കാരണം വുളു ഇല്ലാത്ത ഒരാൾക്ക് മസ്ജിദിലേക്ക് വന്ന് ഇരിക്കാം. അങ്ങനെ പാടില്ല എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. അപ്പോ ഇത് വാജിബായിരുന്നെങ്കിൽ അയാൾക്ക് ഇരിക്കാൻ പാടില്ലായിരുന്നു. അത് തഹിയ്യത്തുൽ മസ്ജിദ് വാജിബായിരുന്നെങ്കിൽ വുളു ഇല്ലാതെ ഒരാൾക്ക് കയറി വന്നിരിക്കുക എന്നുള്ളത് ഹറാമായി തീരും. അങ്ങനെ പറഞ്ഞ ഒരാളും മുൻഗാമികളില്ല. അതുകൊണ്ട് ഇമാം ഖുർത്തുബി റഹിമഹുള്ളയെ പോലെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത് തഹിയ്യത്തുൽ മസ്ജിദ് അത് വാജിബല്ല, മറിച്ച് മുസ്തഹബാണ്. അതുപോലെ മറ്റു ധാരാളം തെളിവുകൾ മുസ്തഹബാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. എന്നാൽ അതിന്റെ അർത്ഥം മുസ്തഹബാണ് എന്ന് പറഞ്ഞാൽ നമ്മളത് നിർവഹിക്കേണ്ടതില്ല എന്നുള്ളതല്ല. മറിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വുളു എടുത്തിട്ടാണ് വരുന്നത് എങ്കിൽ അത് മുസ്തഹബാണെന്നോ വാജിബാണെന്നോ നോക്കാതെ 2 റക്അത്ത് നിസ്കരിക്കണം. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, നാളെ ഖിയാമത്ത് നാളിലെത്തിയാൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യമാണ്, ഒരു 2 റക്അത്ത് കൂടി എനിക്ക് നിസ്കരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, അള്ളാഹുവിനുള്ളൊരു ഇബാദത്ത്, ഒരു നോമ്പെങ്കിലും എനിക്ക് എടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ഒരു സദഖ അധികം കൊടുക്കാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആലോചിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അതുകൊണ്ട് ഇബാദത്തുകൾ ഒന്നും നമ്മൾ എന്താക്കാൻ പാടില്ല, നിസാരമാക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഇബാദത്തുകളെ നമ്മൾ നിസാരമാക്കാൻ പാടില്ല, മുസ്തഹബല്ലേ എന്ന് വിചാരിച്ച് ഒഴിവാക്കാൻ പാടില്ല. അതുകൊണ്ട് വുളു എടുത്താണ് ഒരാൾ മസ്ജിദിലേക്ക് വരുന്നത് എങ്കിൽ അവൻ നിർബന്ധമല്ല, പക്ഷേ അത് വളരെയധികം ശ്രേഷ്ഠതയുള്ളതാണ്, അള്ളാഹുവിന്റെ ഭവനത്തിലാണ് ഞാൻ കയറി വരുന്നത് എന്ന ബോധ്യത്തോടു കൂടി ആ 2 റക്അത്ത് നിസ്കരിക്കാൻ ശ്രമിക്കുക. ശരി, ഇതിൽ നിന്നും പണ്ഡിതന്മാർ ചില ആളുകൾക്ക് ഇസ്തിസ്നാ പറഞ്ഞിട്ടുണ്ട്. അഥവാ തഹിയ്യത്തുൽ മസ്ജിദ് നിർവഹിക്കേണ്ടതില്ലാത്ത ചില ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാമത്തെ ആളാണ് ഖത്തീബുൽ മസ്ജിദ്. മസ്ജിദിലുള്ള ഖത്തീബ് അഥവാ അയാൾ ഖുത്ബക്ക് വേണ്ടി വരുമ്പോൾ, ഖത്തീബുൽ മസ്ജിദ് എന്ന് പറഞ്ഞാൽ ആ പദവിയിൽ അയാൾക്ക് എപ്പോഴും എന്നല്ല, ആ അവിടെ ഉദ്ദേശിക്കുന്ന ആ ഹാലിനെ അറിയിക്കുന്നതാണ്. അയാൾ ഖത്തീബായിട്ട് വരുന്ന സമയത്ത്, മസ്ജിദിൽ ഖത്തീബായി വരുന്നത് വെള്ളിയാഴ്ചത്തെ ഖുത്ബയാണ് ഉദ്ദേശിക്കുന്നത്. വെള്ളിയാഴ്ചതാകട്ടെ, ഇനി പെരുന്നാൾ അത് മസ്ജിദിൽ വെച്ചിട്ടാണ് നിർവഹിക്കുന്നത് എങ്കിൽ അപ്പോഴും അങ്ങനെ തന്നെ. ഇനി അതുപോലെ ഇസ്തിസ്ഖാ അത് അങ്ങനെ നിർവഹിക്കുന്നതുണ്ട് എങ്കിൽ അത് പിന്നെ നമ്മൾ ആദ്യം നിസ്കരിക്കും, ആദ്യം നിസ്കാരമാണ്, പിന്നെയാണ് ഖുത്ബ. ശരി, അപ്പോൾ ഖത്തീബുൽ മസ്ജിദ്, മസ്ജിദിൽ ഖുത്ബ പറയുന്ന ആൾ, അയാളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഇസ്തിസ്നാ ഉണ്ട്. എന്ത് ചെയ്യേണ്ടതില്ല? 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം മിമ്പറിലേക്ക് കയറുക എന്ന് വേണ്ടതില്ല. കാരണം മിമ്പറിൽ എന്തായാലും ഒരു ഇടയിൽ ഇരിക്കുന്നുണ്ട്, അപ്പൊ ആ ഇരിക്കുന്നതിന് മുമ്പ് അയാൾ 2 റക്അത്ത് നിസ്കരിച്ചിരിക്കണം എന്നുള്ളത് ആർക്ക് നിർബന്ധമില്ല, അല്ലെങ്കിൽ മുസ്തഹബുമില്ല, ഖത്തീബിനില്ല. എന്താണ് തെളിവ്? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫിഅൽ അതാണ്. അവിടുന്ന് എപ്പോഴും ഖുത്ബക്ക് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങനെ 2 റക്അത്ത് നിസ്കരിക്കുമായിരുന്നില്ല. മറിച്ച് ഖത്തീബിനെ സംബന്ധിച്ചിടത്തോളം അവസാനം വരിക എന്നുള്ളതാണ് ഖത്തീബിന് സുന്നത്തായിട്ടുള്ളത്. ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്ര നേരത്തെ മസ്ജിദിലേക്ക് വരാൻ സാധിക്കുമോ അതാണ് അവർക്ക് സുന്നത്ത്. ഖത്തീബിന് നേരത്തെ വരേണ്ടതില്ല. ചില ആളുകൾ അങ്ങനെ ധരിക്കും, ഖത്തീബ് ഖുത്ബയിലൊക്കെ നേരത്തെ വരേണ്ടതൊക്കെ പറയുമ്പോൾ ചില ആൾ വിചാരിക്കും ഇയാൾ ലാസ്റ്റ് അല്ലേ വന്നത്. അത് ഖത്തീബിന് അതാണ് സുന്നത്ത്.
ഖത്തീബിനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ നിസ്കാരത്തിൽ ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ആ വക്താകുമ്പോൾ, ഇഖാമത്തിന്റെ വക്താകുമ്പോൾ ഇമാമ് വരും, അപ്പോൾ ഇഖാമത്ത് കൊടുക്കും. ഖത്തീബ് വരുമ്പോൾ ഖുതുബ ആരംഭിക്കും. അല്ലാതെ ഖത്തീബ് നേരത്തെ വന്ന് ഫ്രണ്ട് സഫിൽ ഇരുന്ന് കാത്തു നിൽക്കുക, സമയമാകുമ്പോൾ അല്ല. ഖത്തീബിന് അതല്ല സുന്നത്ത്, മറിച്ച് ആ സമയത്ത് കയറി വരിക എന്നതാണ് സുന്നത്ത്. അപ്പോൾ ഒന്നാമത്തെ ആള് ഖത്തീബുൽ മസ്ജിദാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം എന്തില്ല, ഇത് സുന്നത്തില്ല. സുന്നത്ത് പറയുന്ന ആൾക്ക് സുന്നത്തില്ല. ഇനി വാജിബ് പറയുന്ന ആളുകളും വാജിബ് പറയുന്നില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യാത്തത് ഉള്ളതിനാൽ വാജിബ് പറയുന്നവരും ഖത്തീബിന് വാജിബ് ഉജൂബ് പറയുന്നില്ല. ഇനി രണ്ടാമത്തത്, മസ്ജിദിന്റെ കാര്യങ്ങളൊക്കെ നടത്തുന്ന ആളുകൾ ഉണ്ടാകും. അപ്പൊ മസ്ജിദിന്റെ ഖയ്യിം ഉണ്ടാകും, അതിന്റെ നിയന്ത്രണമൊക്കെ ഏറ്റെടുത്തിട്ടുള്ള ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇടക്കിടക്കെ മസ്ജിദിൽ നിന്ന് കയറാനും ഇറങ്ങാനും ഒക്കെ ഉണ്ടാകും. മസ്ജിദ് നോക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ദിവസം ഒരുപാട് തവണ മസ്ജിദിലേക്ക് കയറും ഇറങ്ങും. ഒരാവശ്യത്തിന് കയറി, ഉടനെ തന്നെ പുറത്തു പോയി ഒരു സാധനം കൊണ്ടുവന്ന് വീണ്ടും കയറി, അങ്ങനെ ഇടക്കിടക്കെ കയറിക്കൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരും അങ്ങനെ ചെയ്യേണ്ടതില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്നാൽ ചില മദ്ഹബിൽ, അഥവാ പ്രത്യേകിച്ചും ഹംബലി മദ്ഹബിലൊക്കെ അതിനൊരു ഇടയിൽ വ്യത്യാസമുണ്ട് എങ്കിൽ ഓരോ തവണ കയറുന്നതും മുസ്തഹബാണ്. 2 റക്അത്ത് നിസ്കരിക്കൽ മുസ്തഹബാണ്. അഥവാ ഒരു ഇടയിലൊരു ഗ്യാപ്പ് ഉണ്ട്, പോയി ഒരു 10 മിനിറ്റിന് വന്നാലും ഒരാൾ നിസ്കരിക്കുകയാണ് എങ്കിൽ മുസ്തഹബാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇമാം ഷൗക്കാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അന്ന തഹിയ്യത്തുൽ മസ്ജിദ് മശ്റൂഅ വഇൻ തകററ അദ്ദുഖൂലു ഇലൽ മസ്ജിദ് ലിവാഹിരിൽ ഹദീസ്. ഹദീസിന്റെ നേർക്ക് നേരെയുള്ള അർത്ഥം നോക്കുമ്പോൾ, കാരണം വന്നാൽ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കാതെ ഇരിക്കരുത് എന്നാണ്. അപ്പൊ അതിന്റെ ലാഹിർ നോക്കുന്ന സമയത്ത് അത് ഇടക്കിടക്കെ വന്നാലും ചെയ്യണമെന്ന്, അതാണ് നല്ലത് എന്നാണ് ഇമാം ഷൗക്കാനി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഒരാൾ അങ്ങനെയല്ല, ഇടക്കിടക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോയി ഉളു എടുത്തു വന്നു, അങ്ങനെ പോയി വന്നുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അത് അത്ര വലിയ മുസ്തഹബില്ല, അയാൾ ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സലാത്തുൽ മക്തൂബൊക്കെ ആയാലും, ഫർള് നിസ്കാരത്തിനായാലും ഇമാം ചിലപ്പോൾ വീട്ടിൽ നിന്ന് 2 റക്അത്ത് സുന്നത്തൊക്കെ നിസ്കരിച്ച, ഇമാമിന്റെ മുറിയിൽ നിന്നൊക്കെ 2 റക്അത്ത് സുന്നത്തൊക്കെ നിസ്കരിച്ച് വരുന്ന ഇമാമായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു, നമുക്കറിയാം. അവിടുന്ന് വീട്ടിൽ നിന്നായിരുന്നു സുന്നത്ത് നിസ്കരിച്ചത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നേരെ എത്തിയാൽ അവിടെയും എന്ത് ചെയ്യേണ്ടതില്ല, വക്തിന്റെ സമയമായിട്ടുണ്ട് എങ്കിൽ ആദ്യം 2 റക്അത്ത് വേറെ നിസ്കരിക്കേണ്ടതില്ല. നേരെ ഫർദിലേക്ക്, ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ഫർദിലേക്ക് ഇമാമായിട്ട് തന്നെ കയറിയാൽ മതി. ഇനി സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം, മഅ്മൂമീങ്ങളായിട്ട് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വക്ത് അടുത്തിട്ടുണ്ട് എങ്കിൽ, അഥവാ 2 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയമില്ല, നിസ്കരിച്ചാൽ നമുക്കൊന്നുകിൽ തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടപ്പെടും, അതല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ട് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ തഹിയ്യത്തുൽ മസ്ജിദ് നിസ്കരിക്കൽ അത് വളരെ മുസ്തഹബാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല. ഇതാണ് ആദ്യത്തെ വിഷയം. ഒറ്റൊരു വിഷയമാണ് പറഞ്ഞിട്ടുള്ളത്, അതിന്റെ തഅരീഫും അതിന്റെ ഹുക്കുമും. മുസ്തഹബാണ് എന്നുള്ളതാണ് കൂടുതൽ തെളിവുകളോട് യോജിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. വല്ലാഹു ആലം, അതാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഹിക്മത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഭവനത്തിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള അള്ളാഹുവിനോടുള്ള ഒരു ആദരവാണ് അതിന് 2 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളത്. ഇനി അതുമായി ബന്ധപ്പെട്ട വേറെയും ചില മസ്അലകളുണ്ട്. അതിൽപ്പെട്ടതാണ് അൽ മസ്അലത്തുൽ ഊല മശ്റൂഇയ്യത്തു തഹിയ്യത്തുൽ മസ്ജിദ് ഫി ജമീഇൽ ഔഖാത്ത് ലിഅന്നഹാ മിൻ ദവാത്തിൽ അസ്ബാബ്. എല്ലാ സമയത്തും, അത് പ്രത്യേകിച്ച് സമയമില്ല, നിസ്കാരത്തിന്റെ സമയം വരുന്നോ അങ്ങനെയൊന്നുമില്ല. ഒരാൾ ഏത് സമയത്ത് മസ്ജിദിൽ പ്രവേശിച്ചാലും അയാളെ സംബന്ധിച്ചിടത്തോളം തഹിയ്യത്തുൽ മസ്ജിദ് മശ്റൂഅാണ്. അത് പ്രത്യേക സമയത്തിന്റെ കാര്യം പറയാനുള്ള കാരണം നിസ്കാരം വിലക്കപ്പെട്ടിട്ടുള്ള, നിരുപാധികമായിട്ടുള്ള നിസ്കാരങ്ങൾ വിലക്കപ്പെട്ടിട്ടുള്ള ചില സമയങ്ങളുണ്ട്. സുബഹിക്ക് ശേഷം, സുബഹി നിസ്കാരം കഴിഞ്ഞാൽ, അതെപ്പോൾ ഒരാൾ നിസ്കരിച്ചാലും സുബഹി നിസ്കാരം കഴിഞ്ഞാൽ പിന്നീട് സൂര്യൻ ഉദിച്ചൊരു ചാണ് ഉയരുന്നത് വരെ അയാൾക്ക് മറ്റ് നിരുപാധികമായ ഒരു സുന്നത്ത്, കാരണമില്ലാത്തൊരു സുന്നത്തും അയാൾ നിസ്കരിക്കാൻ പാടില്ല. അസറിന് ശേഷം മഗ്രിബ് വരെ, അതുപോലെ ളുഹറിന് തൊട്ട് മുമ്പുള്ള വളരെ കുറഞ്ഞ സമയം, ഒരു 3-4 മിനിറ്റ് മാത്രം, ജവാല് സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പ്, സൂര്യൻ തലക്ക് നേരെ മുകളിലുള്ള സമയം, അത് വളരെ ചെറിയ സമയമാണ്, 3-4 മിനിറ്റ് മാത്രമായിരിക്കും. അത് ളുഹർ ബാങ്ക് കൊടുക്കുന്ന സമയത്തിന് തൊട്ട് മുമ്പുള്ള 3-4 മിനിറ്റ്, അവിടെ നിരുപാധികമായിട്ട് കാരണങ്ങളില്ലാത്ത സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല. ഈ 3 സമയത്ത് നിസ്കരിക്കാൻ പാടില്ല. എന്നാൽ തഹിയ്യത്തുൽ മസ്ജിദ് അത് അതിൽ നിന്ന് ഒഴിവാണ്. കാരണം പണ്ഡിതന്മാർ പൊതുവെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അസ്ബാബുകളുള്ള, കാരണങ്ങളുള്ള നിസ്കാരം ഈ വിലക്കപ്പെട്ട സമയത്തും നിസ്കരിക്കാം. അതുകൊണ്ട് അസറിന് ശേഷം ഒരാൾ മസ്ജിദിലേക്ക് ഒരു ആവശ്യത്തിന് വന്നാലും അയാൾക്ക് 2 റക്അത്ത് നിസ്കരിക്കാം. ഒരാൾ ഫജർ ഒരു മസ്ജിദിൽ നിസ്കരിച്ചു, എന്നിട്ട് ഈ മസ്ജിദിലേക്ക് ഇവിടെ വല്ല ദർസുമുണ്ട്, അല്ലെങ്കിൽ ഇവിടെ
ഖുർആൻ ക്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ ഹിഫ്ളിന് വരുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഷുറൂഖിന് മുമ്പ് തന്നെയാണ് വരുന്നത് എങ്കിലും അവർക്ക് ആ സമയത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാവുന്നതാണ്. കാരണം തഹിയ്യത്തുൽ മസ്ജിദ് എന്നുള്ളത് കാരണമുള്ള കാര്യമാണ്. ഇതാണ് ധാരാളം പണ്ഡിതന്മാർ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ആധുനികരായ ഷെയ്ഖ് ഇബ്നു ബാസ്, ഇബ്നു ഉസൈമീൻ റഹിമഹുമുള്ള പോലെയുള്ളവരൊക്കെ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, തഹിയ്യത്തുൽ മസ്ജിദ് അങ്ങനെ നിസ്കരിക്കാമെന്ന്. എന്നാൽ ചില പണ്ഡിതന്മാർ ഇങ്ങനെ പറഞ്ഞതായി കാണാൻ സാധിക്കും. അഥവാ നമ്മൾ സൂര്യൻ അസ്തമിക്കുന്നതിന്റെ തൊട്ട് മുമ്പൊക്കെയാണ്, 1-2 മിനിറ്റ് ഉള്ളപ്പോഴൊക്കെയാണ്, അല്ലെങ്കിൽ 2-3 മിനിറ്റ് ഉള്ളപ്പോഴൊക്കെയാണ് മസ്ജിദിലേക്ക് വരുന്നത് എങ്കിൽ അവിടെ അത് ആ സമയത്ത് ഈ നിസ്കാരം വിലക്കപ്പെട്ടതിൽ തന്നെ കൂടുതൽ ഹുർമത്തുള്ള, കൂടുതൽ പാടില്ലാത്തതായ സമയമാണ്. അതുകൊണ്ട് ആ സമയത്ത് മഗ്രിബ് വാങ്ക് കൊടുക്കുന്നത് വരെ, ഉദാഹരണത്തിന് ഇപ്പോൾ 6:05 അപ്പോൾ ഒരാൾ 6:03 എത്തിയിട്ടുണ്ട് എങ്കിൽ ആ 2 മിനിറ്റ് കാരണമുള്ളതായാൽ പോലും നിൽക്കലാണ് നല്ലത്. കാരണം സൂര്യൻ അസ്തമിക്കുന്ന ആ ഒരു സമയത്ത് അവിടെ നമ്മൾ നിസ്കരിക്കാതിരിക്കലാണ് നല്ലത്. അയാൾ കാരണം 2 മിനിറ്റ് നിന്നാൽ ഒരുപാട് നിൽക്കാനില്ല. എന്നാൽ ഒരുപാട് മിനിറ്റ് അയാളോട് നിൽക്കാനല്ല പറയുന്നത്. അത്രയേ ഉള്ളൂ എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്നിട്ട് ബാങ്ക് കൊടുത്തതിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ മതി എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇനി ഇതിന്റെ സമയമാണ്, എപ്പോഴാണ് തഹിയ്യത്തുൽ മസ്ജിദ് വ്യക്തമാണ്. കാരണം തഹിയ്യത്തുൽ മസ്ജിദ് എന്ന് പറഞ്ഞാൽ കയറിയപ്പോഴാണ്. പക്ഷെ അതിന് കയറി ഇരിക്കുന്നതിന് മുമ്പാണ് ഒരാൾ 2 റക്അത്ത് നിസ്കരിക്കേണ്ടത്. ഒരാൾ ഇരുന്ന് കുറെ വന്നിട്ട്, രാവിലെ ഒരാൾ അല്ലെങ്കിൽ ളുഹറിന് 12 മണിക്ക് വന്നു, അയാൾ അവിടെ ഇരുന്ന് കുറെ നേരം കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടല്ല തഹിയ്യത്തുൽ മസ്ജിദ്, മറിച്ച് ഇരിക്കുന്നതിന് മുമ്പാണ് തഹിയ്യത്തുൽ മസ്ജിദ് നിസ്കരിക്കേണ്ടത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഒരാൾ മനഃപൂർവ്വം തഹിയ്യത്തുൽ മസ്ജിദ് നിസ്കരിക്കണം എന്ന് അയാൾക്കറിയാം, അയാൾ മറന്നിട്ടുമില്ല, അതിന്റെ ഹുക്കുമും അറിയാം, അത് മറന്നിട്ടുമില്ല, എന്നിട്ട് ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നീട് അയാൾ തഹിയ്യത്തുൽ മസ്ജിദ് നിസ്കരിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഒരാൾ മറന്നുകൊണ്ടാണ്, ഒന്നുകിൽ അയാൾക്ക് ഹുക്കും അറിയില്ല, അല്ലെങ്കിൽ അയാൾ മറന്നുകൊണ്ട് ഇരുന്നു, വന്നപ്പോൾ ആളോട് വർത്താനം പറഞ്ഞൊക്കെ നിന്നു, പെട്ടെന്ന് തഹിയ്യത്തുൽ മസ്ജിദ് നിസ്കരിച്ചിട്ടില്ല എന്ന് ഓർമ്മയില്ല, അയാൾ അങ്ങനെ ഇരുന്നു, പെട്ടെന്ന് ഓർമ്മ വന്നാൽ അയാൾക്ക് എഴുന്നേറ്റ് വേഗം 2 റക്അത്ത് നിസ്കരിക്കാം, മറന്നതാണ്. അതല്ലെങ്കിൽ ഇത് ഹുക്കും അറിയാത്ത ആളുകൾ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സംഭവിച്ചതുപോലെ അവിടുന്ന് മിമ്പറിൽ ഖുത്ബ പറയുന്ന സമയത്ത് ഒരു വ്യക്തി വന്നിട്ട് നേരെ കയറിയിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ 2 റക്അത്ത് നിസ്കരിച്ചു? ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അയാളോട് നിസ്കരിക്കാൻ പറഞ്ഞു. അയാൾക്ക് ഹുക്കും അറിയാത്ത ആളാണ്, അപ്പൊ അയാളോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഹുക്കും അറിയുന്ന ആൾ മനഃപൂർവ്വം അത് ഉപേക്ഷിച്ചാലോ ഇനി അതിന്റെ സമയം കഴിഞ്ഞുപോയി എന്നാണ്. സമയം കഴിഞ്ഞുപോയി, കാരണം അയാൾ ആ സമയത്ത് നിസ്കരിച്ചിട്ടില്ല. മനഃപൂർവ്വം ഒരാൾ പാഴാക്കിയാൽ അയാൾക്ക് അതിന്റെ സമയം കഴിഞ്ഞുപോയി എന്നതാണ്. അതല്ല എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നിസ്കരിക്കാവുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇനി ഒരാൾ മസ്ജിദിലേക്ക് കയറി വരുമ്പോൾ ബാങ്ക് കൊടുക്കുകയാണ് എന്ന് വിചാരിക്കുക. അടുത്തൊരു മസ്അലയായിട്ട് പറഞ്ഞതാണ്, മൻ ദഖലൽ മസ്ജിദ് വൽ മുഅദ്ദിൻ യുഅദ്ദിൻ, ബാങ്ക് കൊടുക്കുകയാണ്. അപ്പോൾ അയാൾ എന്താണ് ചെയ്യേണ്ടത്? അയാളെ സംബന്ധിച്ചിടത്തോളം ആ മുഅദ്ദിനിന് ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ് അഫ്ളലായിട്ടുള്ളത്. മുഅദ്ദിനിന് ഉത്തരം കൊടുക്കുക എന്നുള്ളത് വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. മുഅദ്ദിൻ പറയുന്നത് പോലെ പറയാൻ വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതിന് ഉത്തരം കൊടുത്തുകൊണ്ട് അതിന് ശേഷമുള്ള സ്വലാത്തും അതുപോലെ ബാങ്കിന് ശേഷമുള്ള ദുആ ഒക്കെ ചെയ്തുകൊണ്ട് അതിനുശേഷം അയാൾ എന്ത് ചെയ്താൽ മതി? തഹിയ്യത്തുൽ മസ്ജിദ് നിസ്കരിച്ചാൽ മതി. എന്നാൽ ഒരാൾ വെള്ളിയാഴ്ച ദിവസം കയറി വരുമ്പോൾ ബാങ്ക് കൊടുക്കുന്ന സമയത്താണ് എങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞത് അവിടെ നിങ്ങൾ വേഗം തന്നെ എന്ത് ചെയ്യുക? 2 റക്അത്ത് തഹിയ്യത്തുൽ മസ്ജിദ് നിസ്കരിക്കുക. കാരണം ഖുത്ബ ശ്രദ്ധിക്കുക എന്നുള്ളത് വാജിബായ കാര്യമാണ്. ഇമാം ഖുത്ബ പറയാൻ തുടങ്ങിയാൽ അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബാങ്കിന് ഇജാബത്ത് കൊടുക്കുന്നതിനേക്കാളും പ്രധാനപ്പെട്ടത് ഖുത്ബ സാഗൂതം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതിനിടയിൽ ഒന്നും ചെയ്യാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. സംസാരിച്ചവൻ ഇമാം മിമ്പറിലായിരിക്കെ ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുക ഒരാൾ സംസാരിച്ചാൽ, അല്ലെങ്കിൽ മറ്റൊരാളോട് മിണ്ടുന്ന ഒരാളോട് മിണ്ടാതിരിക്കൂ എന്ന് പറഞ്ഞാൽ പോലും ഫഖദ് ലഗൗത എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവൻ ലഘുവ് പ്രവർത്തിച്ചിരിക്കുന്നു, അവൻ മോശം പ്രവർത്തിച്ചിരിക്കുന്നു, അവനതിന് പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും. അതാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുന്നതിന് വേണ്ടി വെള്ളിയാഴ്ചയുള്ള ബാങ്കാണ് എങ്കിൽ അയാൾ ആ സമയത്താണ് കയറി വരുന്നത് എങ്കിൽ വേഗം 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഖുത്ബ കേൾക്കാൻ നിൽക്കുക. അതല്ലാത്ത ദിവസത്തെ ബാങ്കുകളാണ് എങ്കിൽ ആ ബാങ്കിന് ഇജാബത്ത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക? തഹിയ്യത്തുൽ മസ്ജിദ് നിസ്കരിക്കുക എന്നതാണ്. എന്നാൽ ഒരാൾ കയറി വരുന്ന സമയത്ത് വെള്ളിയാഴ്ച ദിവസമാകട്ടെ, ഇനി ഒരാൾ കയറി വരുന്ന സമയത്ത് ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അയാൾ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിച്ചിട്ട് തന്നെയാണ് ഇരിക്കേണ്ടത്. നേരത്തെ ഹദീസ് പ്രകാരം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, ഫൽ യർക റക്അത്തൈൻ, നീ 2 റക്അത്ത് നിസ്കരിക്കുക, വൽ യതജവ്വസ് ഫീഹിമ, പക്ഷെ ചുരുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം
ഖുതുബ കേൾക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ തജവൂസ് ഉണ്ടാക്കണം, ചെറുതാക്കി. ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ അതിന്റെ അർക്കാനുകൾ നഷ്ടപ്പെടുത്താനല്ല, മറിച്ച് നമ്മൾ ഫജറിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തുള്ളതുപോലെ ഏറ്റവും ചെറിയ സൂറത്തുകളൊക്കെ ഓതിയിട്ട് എന്ത് ചെയ്യുക, വേഗം ആ 2 റക്അത്ത് നിസ്കരിക്കുക. ഇമാം ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ പണ്ഡിതന്മാർ പറഞ്ഞത്, ഇമാം ഖുതുബ പറഞ്ഞ അവസാനത്തിലെത്തി, അഥവാ ഇപ്പം മിമ്പറിൽ ഇറങ്ങും എന്നുള്ള സമയത്താണ് ഒരാൾ എത്തിയിട്ടുള്ളത് എങ്കിൽ അയാൾ അപ്പോൾ എന്ത് ചെയ്യേണ്ടതില്ല, തഹിയ്യത്തുൽ മസ്ജിദ് തുടങ്ങേണ്ടതില്ല. കാരണം ഉടൻ തന്നെ ജുമുഅ നിസ്കാരം ആരംഭിക്കും. അപ്പോൾ അയാൾക്ക് ഒരു പക്ഷേ ജുമുഅ നിസ്കാരം 1 റക്അത്തൊക്കെ നഷ്ടപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. അതല്ല എങ്കിൽ അതിന്റെ തക്ബീറത്തുൽ ഇഹ്റാമൊക്കെ എന്തായാലും നഷ്ടപ്പെടും. അപ്പോൾ ഇമാം അവസാനം ഖുതുബ തീർക്കാൻ പോകുമ്പോൾ ദുആ ചെയ്യുകയോ അല്ലെങ്കിൽ അവസാനത്തെ സമയത്തൊക്കെയാണ് ഒരാൾ കയറി വരുന്നത് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്നിട്ട് ഖുതുബ കേട്ട് വേഗം നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക എന്നതാണ്. ഇനി തഹിയ്യത്തുൽ മസ്ജിദ് മസ്ജിദുൽ ഹറമിലാണ് എങ്കിൽ അവിടെ ഒരു വ്യത്യാസമുണ്ട്. മസ്ജിദുൽ ഹറമിൽ ഒരാൾ തവാഫ് ചെയ്യാൻ, അത് ഉംറയുടെ തവാഫ് ആകട്ടെ അതല്ലാത്ത തവാഫ് ആകട്ടെ, അയാൾ സുന്നത്തായ തവാഫ് ആകട്ടെ, അതിനു വേണ്ടിയിട്ടാണ് മസ്ജിദുൽ ഹറമിലേക്ക് ഒരാൾ വന്നിട്ടുള്ളത് എങ്കിൽ അയാൾക്ക് തഹിയ്യത്തായിട്ട് ആ തവാഫ് മതി എന്നുള്ളതാണ്. അയാൾക്ക് തഹിയ്യത്തായിട്ട് ആ തവാഫ് മതി. അയാൾ മസ്ജിദുൽ ഹറമിൽ ഉംറക്കോ അല്ലെങ്കിൽ മറ്റു തവാഫിനോ ആണ് വരുന്നത് എങ്കിൽ അയാൾ ആദ്യം 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പോയിട്ട് തവാഫ് ചെയ്യുകയല്ല, മറിച്ച് നേരെ കഅബയുടെ അടുക്കലേക്ക് പോയിട്ട് തവാഫ് ചെയ്യുക എന്നതാണ് വേണ്ടത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇമാം നവവി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, തഹിയ്യത്തുൽ മസ്ജിദിൽ ഹറാം അത്തവാഫു ഫി ഹഖിൽ ഖാദിം. വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അതോ പുതുതായി വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തവാഫാണ് മസ്ജിദുൽ ഹറമിലുള്ള തഹിയ്യത്ത്. അമ്മൽ മുഖീം, എന്നാൽ അവിടെ മക്കത്ത് തന്നെ മുഖീമായിട്ടുള്ള ആൾ, ഫഹുക്കുമുൽ മസ്ജിദുൽ ഹറാമി വഗൈരിഹി ഫീ ദാലിക സവ. മസ്ജിദുൽ ഹറമിലാകട്ടെ മറ്റു മസ്ജിദിലാകട്ടെ ഒരുപോലെയാണ്. അഥവാ സാധാരണ അവിടെ നിസ്കരിക്കാൻ വരുന്ന ആളുകൾ, ഇനിയിപ്പോൾ ഉംറക്ക് പോയ വ്യക്തിയാണെങ്കിലും ഉംറ കഴിഞ്ഞിട്ട് പിന്നീട് ഓരോ വക്തിനും അവൻ നിസ്കരിക്കാൻ വേണ്ടി അവിടെ പോകും. അവൻ നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് അവൻ തവാഫ് ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ അവൻ സാധാരണ മസ്ജിദ് പോലെ തന്നെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ടാണ് ആരംഭിക്കേണ്ടത്. എന്നാൽ ഒരാൾ ഉംറക്കാണ് വരുന്നത് എങ്കിൽ അയാൾ എന്ത് ചെയ്യേണ്ടതില്ല, നേരെ ഞാൻ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് തവാഫ് ചെയ്യാം എന്നല്ല, മറിച്ച് നേരെ മത്താഫിലേക്ക്, തവാഫ് ചെയ്യുന്ന സ്ഥലത്ത് പോയി തവാഫ് കൊണ്ടാണ് ആരംഭിക്കേണ്ടത് എന്ന് കാണാം. ഇനി മറ്റൊരു മസ്അല, ഒരാൾക്ക് 2 റക്അത്ത്, ഈ പറയുന്ന 2 റക്അത്ത് അത് മുസ്തഖിലായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള 2 റക്അത്ത് തന്നെ വേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ വേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവൻ 2 റക്അത്ത് നിസ്കരിച്ചു കൊള്ളട്ടെ എന്നാണ്. അതിനു വേണ്ടിയിട്ട് തന്നെ ഒരു 2 റക്അത്ത് വേണമെന്നില്ല. മറിച്ച് ഒരാൾ ഫജറിന് എത്തുന്ന സമയത്ത് ഫജറിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തുണ്ട് എങ്കിൽ ആ സുന്നത്തിനോടൊപ്പം തന്നെ ഇതിന് നിയ്യത്ത് ചെയ്താൽ അത് മതിയായതാണ്. തഹിയ്യത്തുൽ മസ്ജിദായിട്ട് ഒരാൾ അതിനോടൊപ്പം അത് നിയ്യത്താക്കുകയാണ്, ഫജറിന് മുമ്പുള്ള 2 റക്അത്ത്. ഇനി അതല്ല ളുഹറിന് മുമ്പ് ഒരാൾ വരുന്നതാണ് എങ്കിൽ ളുഹറിന് മുമ്പ് നിസ്കരിക്കുന്ന 2 അല്ലെങ്കിൽ 4 റക്അത്ത് അതിന്റെ റവാത്തിബുണ്ട്. അപ്പൊ അതിനോടൊപ്പം തന്നെ തഹിയ്യത്തുൽ മസ്ജിദ് നിയ്യത്താക്കിയാൽ ഒരാൾക്ക് അത് തന്നെ മതിയായതാണ്. ഇനി അത് വേണ്ട, അയാൾ എത്തുമ്പോഴേക്കും നിസ്കാരം ആരംഭിച്ചാൽ അയാൾക്ക് ആ നിസ്കാരത്തിൽ തന്നെ അത് മതി. തഹിയ്യത്തുൽ മസ്ജിദായിട്ട് ആ ഫർളായിട്ടുള്ള നിസ്കാരം അത് മതി. പക്ഷേ അവിടെ 2 റക്അത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, 2 റക്അത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 2 റക്അത്തിൽ ഇല്ലാത്ത, അതല്ലെങ്കിൽ നമ്മുടെ ജനാസ നിസ്കാരം പോലെയുള്ള നിസ്കാരമാണ് അയാൾ മസ്ജിദിൽ വന്നപ്പോൾ നിസ്കരിച്ചിട്ടുള്ളത് എങ്കിൽ അയാൾക്കത് മതിയാവുകയില്ല. അതിനുശേഷം 2 റക്അത്ത് നിസ്കരിക്കണം ഇരിക്കുന്നതിന് മുമ്പ്. ഉദാഹരണത്തിന് ഒരാൾ ഒരു ജനാസ നിസ്കരിക്കാൻ മസ്ജിദിലേക്ക് വന്നു. അപ്പോൾ മസ്ജിദിൽ വന്ന സമയത്ത് ജനാസ ആരംഭിക്കാൻ പോവുകയാണ്. അയാൾ വുളു എടുത്തു, നേരെ ജനാസ നിസ്കാരത്തിന് കൈകെട്ടി ആ സലാം കിട്ടിയാൽ പിന്നെ ഇരിക്കരുത്. അയാൾ ആ മസ്ജിദിൽ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അയാൾ എന്ത് ചെയ്യണം, മസ്ജിദിൽ കഴിച്ചു കൂട്ടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വേറെ 2 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കണം. കാരണം ഇത് ഒരു 2 റക്അത്ത് ആയിട്ടില്ല, 2 റക്അത്ത് ആയിട്ടില്ല. എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞത് 2 റക്അത്ത് എന്നുള്ളത് ഗാലിബനാണ്. ചില സമയത്ത് ഒരാൾ വിത്തറാണ് നിസ്കരിക്കുന്നത് എങ്കിൽ അത് എപ്പോഴേ വരികയുള്ളൂ. ഇശാക്ക് ശേഷം ഒരാൾ വരുന്നുണ്ടെങ്കിൽ വിത്തറുള്ളൂ, പകല് വിത്തറില്ല. ഇശാക്ക് ശേഷം ഒരാൾ വരുന്നു, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ 1 റക്അത്ത് വിത്തർ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അത് പറ്റും എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാഹ് പറഞ്ഞതായി കാണാൻ സാധിക്കും. അവിടെ റക്അത്തൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഗാലിബൻ, അത് പൊതുവെ 2 റക്അത്താണ് ഏറ്റവും കുറഞ്ഞ നിസ്കാരം. വിത്തർ അല്ലാതെ വേറെ 2 റക്അത്തിൽ കുറവുള്ള ഒരു നിസ്കാരം ഇല്ല. അപ്പോൾ ആ വിത്തറും അതിൽ ഉൾപ്പെടുത്താം. ഒരാൾ 1 റക്അത്ത് വിത്തർ മാത്രം നിസ്കരിച്ചിട്ടും ഒരാൾക്ക് വേണമെങ്കിൽ ഇരിക്കാം, അത് ഇതിനെതിരല്ല എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാഹ് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ മറ്റ് സുജൂദ് തിലാവ, അപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ ഒരാൾ തിലാവത്തിൻ്റെ ഒരു സുജൂദ് അവിടെ ഇരുന്ന് ഓതുന്നത് കേട്ടു, നമ്മളത് കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സുജൂദ് തിലാവ ചെയ്യാം. അല്ലെങ്കിൽ ശുക്റിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു സുജൂദ് നമ്മൾ മസ്ജിദിൽ എത്തിയ ഉടനെ ആദ്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ
അതൊന്നും ഈ 2 റക്അത്തിൽ പെടുകയില്ല. 2 റക്അത്ത് നമ്മൾ വേറെ തന്നെ നിസ്കരിക്കേണ്ടതുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞു ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ഖുതുബ അഥവാ ജുമുഅക്കാകട്ടെ പെരുന്നാൾ നിസ്കാരത്തിനാകട്ടെ മസ്ജിദിൽ വെച്ചിട്ടാണ് നിസ്കരിക്കുന്നത് എങ്കിൽ നമ്മൾ പറഞ്ഞു ഇമാമിനെ സംബന്ധിച്ചിടത്തോളം തഹിയത്തുൽ മസ്ജിദ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മഅ്മൂമിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തഹിയത്തുൽ മസ്ജിദ് ഉണ്ട്. എന്നാൽ ഈ നിസ്കരിക്കുന്ന പെരുന്നാൾ നിസ്കാരം അതല്ലെങ്കിൽ ഇസ്തിസ്ഖാഇന് വേണ്ടി മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള നിസ്കാരം ഇത് ഒരു പുറത്തുള്ളൊരു സ്ഥലത്താണ്, തുറസായ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് നിസ്കരിക്കുന്നത് എങ്കിൽ അവിടെ തഹിയത്തുൽ മസ്ജിദ് വേണ്ടതില്ല എന്നതാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. അതാണ് അഥവാ തഹിയത്തുൽ മസ്ജിദ് അത് നമ്മൾ പുറത്താണ് നിസ്കരിക്കുന്നത് എങ്കിൽ, ഈദ്ഗാഹിലാണ് നിസ്കരിക്കുന്നത് എങ്കിൽ അവിടെ എന്താ ആവശ്യമില്ല, അവിടെ നമ്മൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കേണ്ടതില്ല. അങ്ങനെയാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായമാണ്. അദ്ദേഹം പറയുന്നത് ഈദിന്റെ മുസല്ലയും മസ്ജിദ് തന്നെയാണ് എന്ന് തന്നെയാണ്. ഈദിന്റെ മുസല്ലയും മസ്ജിദ് തന്നെയാണ്, അതുകൊണ്ട് അവിടെയും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണമെന്നാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ. അതുപോലെ ഇമാം ഷാഫിഈയുടെ മദ്ഹബിലൊക്കെ ധാരാളം പണ്ഡിതന്മാർ അങ്ങനെയാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. പക്ഷെ ഭൂരിഭാഗം പണ്ഡിതന്മാരും അത് പറയുന്നത് ഈദ് മുസല്ലക്ക് അത് മുസല്ല മാത്രമാണ്, അത് മസ്ജിദ് അല്ല, അതുകൊണ്ട് തന്നെ തഹിയത്തുൽ മസ്ജിദ് അവിടെ ആവശ്യമില്ല എന്നാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അത് മസ്ജിദാണ് എന്ന് പറയാനുള്ള കാരണമായി പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അഥവാ ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹയുടെ ഒരു ഹദീസാണ്. അവർ പറഞ്ഞു കുന്ന നുഖ്രിജുൽ അവാതിക വദവാതിൽ ഖുദൂരി വൽ ഹുയ്യൽ വതഅതസിലുൽ ഹുയ്യൽ അൽ മുസല്ല. നമ്മൾ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി ഋതുമതികളായ സ്ത്രീകളും അഥവാ ചെറിയ പ്രായമുള്ള ഹൈലെത്തിയ പ്രായമെത്തിയ സ്ത്രീകളും അതുപോലെ ആർത്തവകാരികളും ഒക്കെ മുസല്ലയിലേക്ക് പുറപ്പെടാറുണ്ടായിരുന്നു. പക്ഷെ ആർത്തവകാരികളെ മുസല്ലയിലേക്ക് പ്രവേശിക്കുമായിരുന്നില്ല. അവർ മാറി നിന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, ഈദ് മുസല്ലയിലാണെങ്കിൽ പോലും മാറി നിന്നിട്ട് വേണം അവർ പെരുന്നാൾ ഖുതുബ കേൾക്കാൻ. അവരെ പ്രോത്സാഹിപ്പിച്ചിരുന്നു, പക്ഷെ മുസല്ലയിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നില്ല. അതിൽ നിന്നാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹമൊക്കെ പറഞ്ഞിട്ടുള്ളത് സാധാരണ മസ്ജിദിൽ സ്ത്രീകൾക്ക് ഹൈദുള്ള സ്ത്രീകൾക്ക് വരാൻ പറ്റാത്തതുപോലെ എവിടെയും പാടില്ല, അതുകൊണ്ട് അവിടെയും മസ്ജിദിന്റെ ഹുക്കുമാണ് എന്നാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് മുസല്ലയിലാണ് എങ്കിൽ അഥവാ ഈദ് മുസല്ലയിലാണെങ്കിൽ ഈദ്ഗാഹിലാണ് എങ്കിൽ അവിടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കേണ്ടതില്ല, 2 റക്അത്ത് തഹിയത്തുൽ മസ്ജിദ് നിസ്കരിക്കേണ്ടതില്ല. മറിച്ച് നേരെ വന്ന് ഒരാൾ എന്താണ് ചെയ്യേണ്ടത്, ഇരിക്കുക. ഇമാമ് വരുന്നത് വരെ തന്നെ തക്ബീറുകളും തഹ്ലീലുകളും വർദ്ധിപ്പിച്ച് അവിടെ കാത്തു നിൽക്കുക. ഇമാമ് വന്നു കഴിഞ്ഞാൽ അവിടെ 2 റക്അത്ത് നിസ്കാരം കൊണ്ട് ആരംഭിക്കുക. അതായിരിക്കും നമ്മുടെ ആദ്യത്തെ 2 റക്അത്ത്, അഥവാ പെരുന്നാൾ നിസ്കാരമായിരിക്കും. അതിനു മുമ്പ് തഹിയത്തുൽ മസ്ജിദ് വേണ്ടതില്ല, കാരണം അത് മസ്ജിദ് അല്ല. എന്നാൽ മസ്ജിദിൽ വെച്ചിട്ടാണ് പെരുന്നാൾ നിസ്കാരമെങ്കിൽ അവിടെ എന്തു വേണം, അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കേണ്ടതുണ്ട്. അത് ഇസ്തിസ്ഖാ പെരുന്നാളിന് മഴയ്ക്ക് വേണ്ടിയിട്ടുള്ളതാകട്ടെ എന്തുമാകട്ടെ മസ്ജിദിലാണ്, എവിടെ വെച്ച് നിർവഹിക്കപ്പെടുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അത് ഉള്ളത്. എന്നാൽ നേരത്തെ പറഞ്ഞ മുസല്ലയിൽ സ്ത്രീകൾ പാടില്ല എന്ന് പറഞ്ഞത് അത് ഹുക്കും അങ്ങനെ തന്നെയാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കുന്ന സ്ഥലത്ത് അവർ ആർത്തവകാരികളാണ് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം പാടില്ല എന്നതാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. ഇനൊരു വ്യക്തി അയാൾ വുളു ഇല്ലാതെയാണ് മസ്ജിദിൽ വന്നത് എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു വുളു ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ പാടില്ല, കാരണം നിസ്കാരം അയാൾ ശുദ്ധിയിലല്ല. അതുകൊണ്ട് അയാളെ സംബന്ധിച്ചിടത്തോളം ഇരിക്കുന്നതിന് കറാഹത്തില്ല, അയാളൊരു തെറ്റും അയാൾക്കില്ല, ഒരു കറാഹത്തും അയാൾക്കില്ല. വുളു ഇല്ലാതെയാണ് ഒരാൾ മസ്ജിദിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത് എങ്കിൽ അയാൾക്ക് ഇരിക്കാവുന്നതാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം പോയി നിർബന്ധമായി വുളു എടുത്ത് വന്നിട്ട് മസ്ജിദിൽ കയറാവൂ എന്നില്ല. എന്നാൽ പണ്ഡിതന്മാർ പറയുന്നു അവർ നിസ്കാരമല്ലാതെ മറ്റെന്തെങ്കിലും ക്ലാസ്സുകൾക്കോ അതല്ലെങ്കിൽ ഖുർആൻ പഠിക്കാനോ ഒക്കെ വരികയാണ് എങ്കിൽ, ഖുർആൻ സ്പർശിക്കാനാണെങ്കിൽ എന്തായാലും വുളു വേണം. ഇനി ക്ലാസ് കേൾക്കാനാണ് എങ്കിലും അയാൾ വുളു എടുത്തുകൊണ്ട് വന്ന് 2 റക്അത്തൊക്കെ നിസ്കരിച്ച് അതിലേക്ക് പങ്കെടുക്കുക എന്നത് തന്നെയാണ് അതിൽ അഫ്ളലായിട്ടുള്ളത് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇനി ഒരാൾ വീട്ടിൽ നിന്നോ അതല്ലെങ്കിൽ മറ്റൊരു മസ്ജിദിൽ നിന്നോ ഫർള് നിസ്കരിച്ചു, എന്നിട്ട് വേറൊരു മസ്ജിദിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ ഫർള് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇയാൾ ചെയ്യേണ്ടത്? ഉദാഹരണത്തിന് ഒരാൾ ഇശാ നിസ്കരിച്ചു, അയാൾ നിസ്കരിക്കുന്ന മസ്ജിദിൽ 10 മിനിറ്റാണ്, ബാങ്ക് കൊടുത്ത് ഇഖാമത്ത് 10 മിനിറ്റാണ് നിസ്കരിച്ചു. അയാൾക്ക് വേറൊരു മസ്ജിദിലേക്ക് വന്നാൽ അവിടെ ഒരു ദർസുണ്ട്, അവിടെ ഒരു മുഹാദറയുണ്ട്,
ഒരു ദീനി സംസാരമുണ്ട്. അത് കേൾക്കുന്നതിന് വേണ്ടി വേറൊരു മസ്ജിദിൽ വന്നു. ആ മസ്ജിദിലാകട്ടെ ഒരു 20 മിനിറ്റോ 25 മിനിറ്റോ കഴിഞ്ഞിട്ടാണ് ഇശാ നിസ്കാരം. അയാൾ എത്തുമ്പോഴേക്കും നിസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അയാൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ ഇശാ നിസ്കരിച്ചു എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പാടില്ല. മറിച്ച് അയാൾ ആ ഇശായിൽ പങ്കെടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നസ്സുള്ള കാര്യമാണ്. നിങ്ങൾ യാത്രയിൽ, കാരണം ഒരിക്കൽ അവിടുന്ന് ഫജർ നിസ്കരിച്ചപ്പോൾ 2 ആളുകൾ ബാക്കിൽ ഇരിക്കുന്നത് കണ്ടു. എന്തുകൊണ്ടാണ് നിങ്ങൾ 2 പേര് നിസ്കരിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ യാത്രയിലായിരുന്നു, യാത്രയിൽ ഞങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് മസ്ജിദ് നബവിയിൽ എത്തിയപ്പോൾ നിസ്കാരം കണ്ടപ്പോൾ അവരത് കൂടിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ യാത്രയിലായി, നിങ്ങൾ 2 റക്അത്ത് നിങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട് എങ്കിലും നിങ്ങൾ ജമാഅത്ത് കണ്ടാൽ അതിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മളൊരു മസ്ജിദിൽ വന്നാൽ അവിടെ ജമാഅത്ത് നടക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ അതിൽ പങ്കെടുക്കുക. എത്രയാണോ റക്അത്ത് അത് പൂർത്തിയാക്കുക. എന്നാൽ ഇപ്പൊ 3 റക്അത്താണെങ്കിൽ 3 റക്അത്ത് നമ്മൾ പൂർത്തിയാക്കുക, 4 റക്അത്താണെങ്കിൽ 4 റക്അത്ത് പൂർത്തിയാക്കുക. അവൻ പിന്നീട് വേറൊരു തഹിയ്യത്തുൽ മസ്ജിദ് നിസ്കരിക്കേണ്ടതില്ല എന്നാണ്. എന്നാൽ ഇത് അവനെ സംബന്ധിച്ചിടത്തോളം ഇത് സുന്നത്തായതിനാൽ അവനിപ്പോൾ 2 റക്അത്തേ കിട്ടിയിട്ടുള്ളൂ. നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ ഒരാൾ എത്തുമ്പോഴേക്കും ഇശായുടെ 3ാമത്തെ റക്അത്തിലാണ് അയാൾ എത്തിയത് എങ്കിൽ ആ 3ഉം 4ഉം റക്അത്ത് നിസ്കരിച്ചിട്ട് അവരോടൊപ്പം സലാം വിട്ടാവുന്നതാണ്. കാരണം അവൻ ഇശാ അല്ല ഉദ്ദേശിച്ചത്, അവനൊരു സുന്നത്താണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇശാ ആദ്യത്തേതാണ്, 2ാമത്തേത് സുന്നത്താണ്. അതുകൊണ്ട് തഹിയ്യത്തുൽ മസ്ജിദായിട്ട് അവൻ ആ 2 റക്അത്തിൽ അവൻ സലാം വിട്ടാവുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അവന് 1 റക്അത്തേ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ 1 റക്അത്ത് മാത്രം കൂട്ടി നിസ്കരിച്ച് അവനത് തഹിയ്യത്തുൽ മസ്ജിദായി അവസാനിപ്പിക്കാവുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ തഹിയ്യത്തുൽ മസ്ജിദുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇതിന്റെ ഇടയിൽ വേറൊരു ചോദ്യം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത്, ഒരാൾ മസ്ജിദിൽ ഇരിക്കുന്നില്ല, അയാൾ വന്നിട്ട് ഒരു 2-3 ജുസ് ഇങ്ങനെ നടന്നിട്ടോ നിന്നിട്ടോ ഒക്കെ ഓതാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തഹിയ്യത്തുൽ മസ്ജിദ് നിസ്കരിക്കേണ്ടതുണ്ടോ എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത്. അത് അവൻ ആ വിഷയത്തിൽ രക്ഷപ്പെടും എന്നല്ല തോന്നുന്നത്. കാരണം ഇവിടെ ഫലാ യജ്ലിസ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഭൂരിഭാഗം സമയത്തും ആളുകൾ മസ്ജിദിലേക്ക് വരുന്നത് ഇരിക്കും, അല്ലാതെ നിൽക്കാനല്ല. അതിന്റെ ഹുക്കുമാണ്. അതുകൊണ്ട് ഒരാൾ ഇരിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് കുറേ നേരം കഴിച്ചു കൂട്ടിയാലും നിസ്കരിക്കാതെ തിരിച്ചു പോകുക എന്നുള്ളത് ശരിയല്ല. മറിച്ച് അയാൾ 2 റക്അത്ത് നിസ്കരിക്കണം. എന്നിട്ട് അവൻ ഇരിക്കുക, എന്താണ് അവൻ താല്പര്യമുള്ളത് അതുപോലെ അവൻ ചെയ്യുക. മസ്ജിദിലേക്ക് പ്രവേശിച്ചാൽ അവൻ 2 റക്അത്ത് നിസ്കരിക്കുക എന്നതാണ് അവന് യോജിച്ചിട്ടുള്ളത് എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത്. അപ്പൊ ഈ ഹദീസിൽ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കിയത് തഹിയ്യത്തുൽ മസ്ജിദുമായി ബന്ധപ്പെട്ടതാണ്. നേരത്തെ പറഞ്ഞത് കിതാബുൽ ജാമി ആണ്. അടുത്ത ഹദീസിന് ഈ ഹദീസുമായി ബന്ധമില്ല, മറിച്ച് ഈ അധ്യായത്തിൽ വ്യത്യസ്ത ഹുക്കുമുകളുള്ള ഹദീസുകളാണ് ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. അടുത്ത ഹദീസ് അൻ സെയ്ദ് ബിൻ അർഖം ഖാല, സെയ്ദ് ബിൻ അർഖം അദ്ദേഹം പറയുകയാണ്, കുന്നാ നതകല്ലമു ഫിസ്സലാ യുകല്ലിമു الرجل صاحبه وهو الى جنبه في الصلاه حتى نزلت وقوموا لله قانتين فأمرنا بالسكوت ونهينا عن الكلام. സെയ്ദ് ബിൻ അർഖം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം പറയുകയാണ്, കുന്നാ നതകല്ലമു ഫിസ്സലാ, ഞങ്ങൾ നിസ്കാരത്തിൽ സംസാരിക്കുമായിരുന്നു. ആദ്യ കാലഘട്ടത്തിൽ നിസ്കാരത്തിൽ സംസാരിക്കുമായിരുന്നു. യുകല്ലിമു റജുലു സാഹിബഹു, ആ സംസാരിക്കുക എന്നുള്ളത് നിസ്കാരത്തിലെ സംസാരമല്ല. നമ്മൾ നിസ്കാരത്തിൽ അള്ളാഹുവിനോടുള്ള സംസാരമുണ്ട്, അതല്ല എന്ന് വ്യക്തമാക്കാൻ അദ്ദേഹം പ്രത്യേകം എടുത്തു പറയാൻ, യുകല്ലിമു റജുലു സാഹിബഹു, ഒരാൾ തൊട്ടടുത്ത ആളോട് സംസാരിക്കുമായിരുന്നു, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. കാരണം തുടക്കത്തിൽ സംസാരം നിസ്കാരത്തിൽ നിരോധിച്ചിരുന്നില്ല, സംസാരം നിരോധിച്ചിരുന്നില്ല. അപ്പം നമ്മൾ അങ്ങനെ അപ്പുറത്തിപ്പുറത്ത് സംസാരിക്കും. വഹുവ ഇലാ ജംബിഹി ഫിസ്സല, നിസ്കാരത്തിലായിരിക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് പറയും, ഇവനെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് പറയും. അങ്ങനെ ആയിരുന്നു തുടക്കത്തിൽ. ഹത്താ നസലത് വഖൂമു ലില്ലാഹി ഖാനിതീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഖൂമു ലില്ലാഹി ഖാനിതീൻ വഖൂമു ലില്ലാഹി ഖാനിതീൻ എന്ന് അവതരിപ്പിക്കുന്നത് വരെ. അത് പറഞ്ഞപ്പോൾ ഖാനിതീൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അസ്സുകൂതു അൻ മുക്കാലമത്തിൽ ആദമിയീൻ, മനുഷ്യന്മാരോട്, അതിന്റെ ഒരു അർത്ഥത്തിൽപ്പെട്ടതാണ്, മനുഷ്യന്മാരോടുള്ള സംസാരത്തിൽ നിന്നൊക്കെ മിണ്ടാതിരിക്കുക എന്നതാണ് ഖാനിത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആലയോട് മാത്രമായി സംസാരിക്കുക, മറ്റൊരാളോടും സംസാരിക്കുന്നത് അതൊക്കെ ഒഴിവാക്കുക, ഭയഭക്തിയോടുകൂടി അള്ളാഹുവിന് മാത്രം അഭിമുഖീകരിക്കുക എന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് നിർത്തി, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് നിർത്തി. കാരണം ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, ഫഉമിർനാ ബിസ്സുകൂത്ത്, നമ്മളോട് സുക്കൂത്ത് കൊണ്ട് കൽപ്പിക്കപ്പെട്ടു, വനുഹീന അനിൽ കലാം, സംസാരിക്കുന്നത് നമ്മോട് വിലക്കപ്പെട്ടു. ആരാണ് കൽപ്പിച്ചത്? ആരാണ് വിലക്കിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ. സഹാബത്ത് അങ്ങനെ ഉമിർന എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിച്ചത് അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു എന്നാണ്. നുഹീന എന്ന് പറഞ്ഞാൽ നഹാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് വിലക്കി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മിണ്ടാതിരിക്കാൻ കൽപ്പിക്കുകയും
അതുപോലെ തന്നെ സംസാരിക്കുന്നത് വിലക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഹദീസിൽ നിന്നുള്ള ഫായിദ ഒന്ന്, ജവാസു നസ്ഖിൽ ഹുക്ം. നമ്മൾ നേരത്തെയും ഒരു ഹദീസിൽ ഇങ്ങനെ ഒരു ഫായിദ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷറഇൽ നസ്ഖുണ്ട്, അഥവാ മുൻ നിയമത്തെ ദുർബലപ്പെടുത്തുക എന്ന കാര്യം ഉണ്ട് എന്നതിന് ഈ ഹദീസ് തെളിവാണ്. എന്താണത്? ഏതിൽ നിന്നാണെന്ന് മനസ്സിലാവുന്നത്? കാരണം മുമ്പ് സംസാരമുണ്ട് അല്ലെ, നിസ്കാരത്തിൽ മുമ്പ് സംസാരമുണ്ടായിരുന്നു, പിന്നീട് അത് ദുർബലപ്പെടുത്തിക്കൊണ്ടൊരായത്ത് വന്നു. അപ്പൊ ഷറഇൽ അതുള്ളതാണ്. അങ്ങനെ പല കാര്യത്തിലും ഒരു തദർറുജ് ഉണ്ടായിരുന്നു. ഖംറിന്റെ വിഷയത്തിൽ, കള്ളിന്റെ വിഷയത്തിലൊക്കെ നമുക്കറിയാവുന്നതാണ്. ആദ്യം കള്ള് പാടെ നിരോധിച്ചിട്ടില്ല, കള്ളിന്റെ ദോഷവശങ്ങളെ കുറിച്ച് പറഞ്ഞു, പിന്നീട് നിസ്കാരത്തിൽ മാത്രം ഒഴിവാക്കാൻ പറഞ്ഞു, നിസ്കാരത്തിൽ വരുന്ന സമയത്ത് കള്ള് കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെയാണ് കള്ളിനെ പൂർണ്ണമായി നിരോധിച്ചിട്ടുള്ളത്. കള്ള് കുടിക്കുന്നതും വിൽക്കുന്നതും വാങ്ങുന്നതും മുഴുവനായി നിരോധിച്ചിട്ടുള്ളത് പിന്നെയാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളോട് കാണിച്ച റഹ്മത്താണ്. ആ രൂപത്തിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നു, മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ പല കാര്യത്തിലും, നോമ്പിന്റെ വിഷയത്തിലൊക്കെ അങ്ങനെ പല കാര്യത്തിലും ഉണ്ടായിരുന്നു. തുടക്കത്തിൽ നോമ്പെടുക്കുക എന്നുള്ളത് എല്ലാവർക്കും നിർബന്ധമല്ല. ഒന്നുകിൽ നോമ്പെടുക്കുക അല്ലെങ്കിൽ ഫിദിയ കൊടുക്കുക, ഇങ്ങനെ ചെയ്താൽ മതി. നോമ്പെടുക്കുന്നില്ല എങ്കിൽ അരസാഗ് കൊടുത്താൽ മതി. അങ്ങനെയായിരുന്നു തുടക്കത്തിൽ. പിന്നീട് നോമ്പ് പൂർണ്ണമായി കഴിവുള്ള ആളുകൾക്കൊക്കെ നിർബന്ധമാക്കി, കഴിവില്ലാത്ത ആളുകൾക്ക് മാത്രം ഫിദിയ കൊടുക്കലാക്കി. അങ്ങനെ തദർറുജ് ഉണ്ടായിരുന്നു. അതേപോലെ മറ്റൊരു കാര്യമാണ്, നിസ്കാരത്തിൽ ആദ്യഘട്ടത്തിൽ പൂർണ്ണമായി സംസാരം ഒഴിവാക്കാൻ പറഞ്ഞിട്ടില്ല, സംസാരിക്കുമായിരുന്നു. പിന്നീട് സംസാരം നിറക്കിക്കൊണ്ട് ആയത്ത് വന്നു. അപ്പോൾ നസ്ഖ് എന്നുള്ളത് അത് ഖുർആനിലും ഹദീസും കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുള്ളതാണ് എന്നതിനുള്ള തെളിവായിട്ടാണ്. കാരണം അതിനെ നിഷേധിക്കുന്ന ചില ആളുകളുണ്ട്, പലപ്പോഴും നിഷേധിക്കുന്ന പല കാര്യങ്ങളും ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്ന പല ബിദ്അത്തുകാരും അവർ ഷറഇനെ, ദീനിനെ സംരക്ഷിക്കണമെന്നുള്ള താല്പര്യത്തിലാണ് അവർ പലപ്പോഴും അങ്ങനെയൊക്കെ ചെയ്യാറുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇന്ന സിഫത്ത് പറയുന്നതിന് നിഷേധിക്കുന്ന ജഹ്മികളും മുഅ്തസിലികളും ഒക്കെ അത് സിഫത്ത് പറഞ്ഞാൽ അള്ളാഹുവിനൊരു മോശമായി പോകും, അള്ളാഹുവിനോടുള്ള അപമര്യാദയായി പോകും എന്നൊക്കെ കാരണം പറഞ്ഞിട്ടാണ് പലപ്പോഴും അതങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷെ അത് അവരുടെ ബുദ്ധി മാത്രമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബുദ്ധിയല്ല ആസ്പദമാക്കേണ്ടത്, അവലംബിക്കേണ്ടത്. മറിച്ച് ദീനിൽ എന്താണ് സ്ഥിരപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. സിഫത്ത് അല്ലാഹു തആലക്ക് പറയുക, അവന് യോജിക്കുന്ന രൂപത്തിലുണ്ട് എന്ന് വിശ്വസിക്കുക സ്ഥിരപ്പെട്ട കാര്യമാണ്. അത് അങ്ങനെ തന്നെയാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. അതുപോലെ നസ്ഖുണ്ട് എന്നുള്ളത് അത് സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അത് അഖലിനും എതിരല്ല, അതുപോലെ നഖലിനും എതിരല്ല, ഒരു ബുദ്ധിക്കും എതിരുള്ള കാര്യമല്ല. കാരണം അള്ളാഹുവിന്റെ റഹ്മത്ത് അത് വളരെ വ്യക്തമായി നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ നഖലുകളിൽ ഈ ഹദീസും അതുപോലെ ധാരാളം ഹദീസുകളും ആയത്തുകളും ഒക്കെ നമുക്ക് തെളിവായിട്ടുണ്ട്. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നസ്ഖ് ചെയ്യുന്നത് എപ്പോഴും അഹ്കാമുകളായിരിക്കും, അഖ്ബാറുകളായിരിക്കുകയില്ല. എന്താണ് അഖ്ബാറുകളും അഹ്കാമുകളും? അഖ്ബാറുകൾ എന്തെങ്കിലുമൊക്കെ പൂർവ്വ സമുദായത്തിന്റെ കഥകൾ, അവരെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഖബറുകൾ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാകും. അതിൽ നസ്ഖ് വരികയില്ല. കാരണം അത് നസ്ഖ് വരിക എന്ന് പറയുന്നത് കളവ് പറയുന്നു. ആദ്യം ഒരു കാര്യം പറഞ്ഞാൽ രണ്ടിലേതെങ്കിലും ഒന്ന് തെറ്റാണെന്ന് വരും. അതൊരിക്കലും അങ്ങനെ വരികയില്ല. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു കഥ പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞു, ചരിത്രം പറഞ്ഞു, പിന്നീട് അതിലൊരു നസ്ഖ് വരികയില്ല. അതിൽ നസ്ഖ് വരിക. എന്നാൽ അഹ്കാമുകളിൽ നസ്ഖ് വരാം, നിയമങ്ങളിൽ നസ്ഖ് വരാം. കാരണം അത് എളുപ്പത്തിന് വേണ്ടി ആദ്യം ഒന്ന് വന്നു, പിന്നീട് അതൊന്നുകൂടി എളുപ്പമാക്കി, അല്ലെങ്കിൽ ആദ്യം ഒന്ന് കട്ടിയിൽ വന്നു, പിന്നീട് അത് അതിനേക്കാളും രീതിയിലാക്കി. അതുപോലെ അഹ്കാമുകൾക്ക് വരാം, അതല്ലാതെ അഖ്ബാറുകൾക്ക് വരികയില്ല എന്ന്. പിന്നീട് ഉള്ള ഈ ഹദീസിൽ നിന്നുള്ള ഫായിദയാണ്, അത് വളരെ വ്യക്തമാണ്. അന്നൽ കലാമ മുബ്തിലുൻ ലിസ്സലാ, സംസാരം എന്ന് പറയുന്നത് നിസ്കാരത്തെ ബാത്തിലാക്കി കളയും. കാരണം ഉമിർനാ ബിസ്സുകൂത്ത് വനുഹീനാ അനിൽ കലാം എന്ന് പറഞ്ഞിട്ടുണ്ട്. സംസാരം അത് വിലക്കി, അതുപോലെ തന്നെ മിണ്ടാതിരിക്കുകയിൽ നമ്മോട് കൽപ്പിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൽപ്പിച്ചാൽ അത് വാജിബിൻ റുജൂബിനുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനെതിരായി പ്രവർത്തിക്കുക ഹറാമായ കാര്യമാണ്. നിസ്കാരത്തിന്റെ ദാത്തിയായ കാര്യത്തിൽ ഹറാം പ്രവർത്തിച്ചാൽ നിസ്കാരം ബാത്തിലായി പോകും. അപ്പോൾ നിസ്കാരം ബാത്തിലാക്കുന്ന പ്രധാനപ്പെട്ട 4 കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് സംസാരിക്കുക എന്നുള്ളത്. മറ്റു 3 കാര്യങ്ങൾ ഏതാണ്? ഒന്ന് തർക്കുർ വാജിബിൻ ഔ റുക്കുൻ, വാജിബ് അല്ലെങ്കിൽ റുക്കുൻ ഒരാൾ ഒഴിവാക്കുക, മനഃപൂർവ്വം ഒരാൾ വാജിബോ റുക്കുനോ ഒഴിവാക്കിയാൽ നിസ്കാരം അപ്പോൾ തന്നെ ബാത്തിലാകും. റുക്കുനാകട്ടെ വാജിബാകട്ടെ മനഃപൂർവ്വം ഒരാൾ ഉപേക്ഷിച്ചാൽ അപ്പോൾ തന്നെ നിസ്കാരം ബാത്തിലായി പോകും. രണ്ടാമത്തേത്, ഒരാൾ വുളു മുറിഞ്ഞു പോയാൽ അയാളുടെ നിസ്കാരം അപ്പോൾ ബാത്തിലാകും. ഒരാൾക്ക് വുളു മുറിയുന്ന എന്തെങ്കിലുമൊക്കെ കാര്യം സംഭവിച്ചാൽ മതി, ഉടനെ തന്നെ നിസ്കാരം ബാത്തിലായി പോകും. 3 അൽ ഹറക്കത്തുൽ കസീറ ബിഗൈരി ഹാജ, ഒരാവശ്യവുമില്ലാതെ ധാരാളം അനക്കുക, ധാരാളം അനങ്ങൽ ഒരാവശ്യവുമില്ലാതെ. അത് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. മുത്തതാലിയ, തുടർച്ചയായിട്ട് ഒരേ സമയത്ത് തന്നെ, വ്യത്യസ്ത റക്കാത്തുകളിലല്ല, ഒരു റക്കാത്തിൽ തന്നെ ഒരേ സമയത്ത് തന്നെ ധാരാളം അനക്കങ്ങൾ ഒരാവശ്യവുമില്ലാതെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അയാൾ നിസ്കാരം ബാത്തിലായി പോകും. 4മത്തതാണ് അൽ കലാം, സംസാരം എന്നുള്ളത്. അതിനുള്ള തെളിവാണ് ഈ ഹദീസ്. അപ്പോൾ സംസാരം നിസ്കാരത്തിൽ അത് ബാത്തിലാക്കി കളയും എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നാൽ ഒരാൾ
ഇതിന്റെ ഹുക്കും അറിയാതെ അല്ലെങ്കിൽ മറന്നുകൊണ്ട് ഒരാൾ സംസാരിച്ചാൽ ആ നിസ്കാരം ബാത്തിലാവുകയില്ല. ഹുക്കും അറിയാതെ സംസാരിച്ചാൽ ബാത്തിലാകുകയില്ല എന്നുള്ളതിന്റെ തെളിവാണ് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. മുആവിയ ബിൻ ഹക്കം റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ അദ്ദേഹം അങ്ങനെ സംസാരിച്ചത് മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. അയാൾ സംസാരിക്കുകയുണ്ടായി. ഒരാൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞപ്പോൾ യർഹമുക്കല്ലാ എന്ന് അതിന് തശ്മീത്ത് ചൊല്ലി തുമ്മിയവന് പറഞ്ഞാൽ അത് സാധാരണ സമയത്ത് വാജിബായ കാര്യമാണ്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ ഒരാൾ യർഹമുക്കല്ലാ എന്ന് പറയണം. നിസ്കാരത്തിൽ പറഞ്ഞു. അപ്പോൾ എല്ലാ സഹാബത്തും അദ്ദേഹത്തെ നോക്കുകയുണ്ടായി. അപ്പോൾ എന്താണ് നിങ്ങൾ എന്നോട് നോക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും അവരുടെ തൊടയിൽ അടിച്ചു. അങ്ങനെ നിസ്കാരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഇന്ന ഹാദിഹി സ്വലാ ലാ യസ്ലുഹു ഫീഹാ ഷൈഉൻ മിൻ കലാമിൻ നാസ്. ഇത് നിസ്കാരത്തിൽ മനുഷ്യന്മാരുടെ വർത്താനം ഇതിൽ പാടില്ല. ഇന്നമാ ഹുവ തസ്ബീഹു വ തക്ബീറു വ ഖിറാഅത്തുൽ ഖുർആൻ. തസ്ബീഹും സുബ്ഹാനല്ലാഹ് എന്നുള്ള വാക്കുകൾ, അതുപോലെ തക്ബീറുകൾ, അല്ലാഹു അക്ബർ എന്നുള്ള വാക്ക്, അതുപോലെ ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം, ഇതൊക്കെയാണ് നിസ്കാരത്തിൽ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തോട് ഒരിക്കലും എന്തു പറഞ്ഞിട്ടില്ല? നേരത്തെ ഒരു വ്യക്തിയോട് പറഞ്ഞതുപോലെ ഇർജി ഫസ്വല്ലി, നീ മടങ്ങുക, നീ നിസ്കരിക്കുക, ഫഇന്നക ലം തുസല്ലി, നീ നിസ്കാരം ശരിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് എന്താണ് അർത്ഥമാക്കുന്നത്? ഒരാൾ ജഹ്ല് കൊണ്ടാണ് അത് ചെയ്തിട്ടുള്ളത് എങ്കിൽ, സംസാരിച്ചിട്ടുള്ളത് എങ്കിൽ അയാളുടെ നിസ്കാരം ബാത്തിലാവുകയില്ല എന്നുള്ളത്. നിസ്കാരത്തിന്റെ കാര്യത്തിൽ, അയാളുടെ സംസാരത്തിന്റെ കാര്യത്തിൽ മാത്രം. സംസാരിച്ചു കഴിഞ്ഞാൽ ജഹ്ല് കൊണ്ടാണ് എങ്കിൽ ഒരാളുടേത് ബാത്തിലാവുകയില്ല എന്ന്. ഇനി അതുപോലെ തന്നെ ഒരാൾ മറന്നുകൊണ്ടാണെങ്കിലും അങ്ങനെ തന്നെ. ഒരാൾ മറന്നുകൊണ്ട് ഒരു കാര്യം ചെയ്തു പോയി, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുപോയി, എന്തെങ്കിലുമൊക്കെ വേദന വന്നു, അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുപോയി. അതല്ലെങ്കിൽ ആ രൂപത്തിൽ ഒരാൾ റൂമിന് മുട്ടി പെട്ടെന്ന് കയറൂ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരാൾ പറഞ്ഞുപോയി എന്ന് വിചാരിക്കുക. അയാളെ സംബന്ധിച്ചിടത്തോളവും അയാൾ നിസ്കാരം ബാത്തിലാവുകയില്ല. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞത് മനുഷ്യന്മാരുടെ വർത്താനം പറഞ്ഞാലാണ് നിസ്കാരം ബാത്തിലാവുക. എന്നാൽ ഖുർആനിലുള്ള വല്ല ആയത്തുകളും നമ്മൾ അഥവാ പൊതുവേക്ക് പുറമായിട്ട് ഖുർആനിലുള്ള വല്ല ആയത്തുകളും പറഞ്ഞാൽ അത് ബാത്തിലാവുകയില്ല എന്നാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ചില ഘട്ടങ്ങൾ വന്നാൽ അത് ഉപയോഗിക്കാന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഒരാൾ ഇമാം ഒരു തവണ ഇരുന്നു, എന്നിട്ട് വീണ്ടും ഇരിക്കുകയാണ്, ഒന്നാമത്തെ റക്അത്ത് ഇരിക്കുകയാണ്. അപ്പൊ ഇമാമിന് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല, സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല എങ്കിൽ വഖൂമു ലില്ലാഹി ഖാനിതീൻ എന്ന ഖുർആനിലെ ആയത്ത് ഓതിയാൽ നിസ്കാരം ബാത്തിലാവുകയില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. കാരണം ഖൂമു ലില്ലാഹി ഖാനിതീൻ എന്നുള്ളത് കലാമുന്നാസ് അല്ല, കലാമുർ റബ്ബാണ്, അള്ളാഹുവിന്റെ സംസാരമാണ്. അങ്ങനെ ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. എപ്പോഴുമല്ല, അങ്ങനെ ആവശ്യമുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ഉണർത്തലുകൾ ആ നിസ്കാരത്തെ ബാത്തിലാക്കി കളയുകയില്ല എന്ന്. മസ്അല അഥവാ സംസാരവുമായി ബന്ധപ്പെട്ടിട്ടാണ്. നിസ്കാരത്തിൽ സംസാരിച്ചാൽ, അറിയാതെ സംസാരിച്ചു പോയാൽ, മറന്നുകൊണ്ട് സംസാരിച്ചാൽ അയാൾ സുജൂദ് സഹു ചെയ്യേണ്ടതുണ്ടോ എന്നാണ്. സുജൂദ് സഹു നമ്മൾ നേരത്തെ പഠിച്ചൊരു അധ്യായമാണ്. മറന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുപോയി, അപ്പൊ മറന്നുകൊണ്ട് പറഞ്ഞു പോയാൽ നിസ്കാരം ബാത്തിലാവുകയില്ല എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ മറന്നുകൊണ്ട് പറഞ്ഞാൽ സഹുവിന്റെ സുജൂദ് പകരം ചെയ്യേണ്ടതുണ്ടോ? ചെയ്യേണ്ടതില്ല എന്നാണ്. കാരണം സഹുവിന്റെ സുജൂദ് ചെയ്യേണ്ടത് എപ്പോഴും ഒന്നുകിൽ നിസ്കാരത്തിന്റെ വല്ല പ്രവർത്തനം ഒന്നുകിൽ കൂടി പോകുക, അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ പ്രവർത്തനത്തിൽ വല്ലതും കുറഞ്ഞു പോകുക, അല്ലെങ്കിൽ വേറൊരു ഇനം വരുന്നത് നിസ്കാരത്തിന്റെ പ്രവർത്തനത്തിൽ വരുന്ന ശക്കുകൾ, അതിൽ ചില അഹ്കാമുകൾക്ക് സുജൂദ് സഹവ് വേണം. ഇത് മാത്രമാണ്. അതല്ലാതെ നിസ്കാരത്തിൽ ഇല്ലാത്ത പ്രവർത്തനം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് സുജൂദ് സഹവ് വേണോ വേണ്ടേ എന്നുള്ള ചർച്ച ഇല്ല. മറിച്ചുള്ള ചർച്ച നിസ്കാരം ബാത്തിലാകുമോ ഇല്ലേ എന്നുള്ള ചർച്ച മാത്രമാണ്. അത് ബാത്തിലാകുന്നത് ഒരാൾ മനഃപൂർവ്വം ഓർമ്മയോടെ ചെയ്താൽ, ബാത്തിലാകാത്തത് ഒരാൾ മനഃപൂർവ്വം അല്ലാതെ ഓർമ്മയില്ലാതെയോ മറ്റോ ചെയ്താലൊക്കെ ബാത്തിലാവുകയും ഇല്ല. അതല്ലാതെ സുജൂദ് സഹവിന്റെ വിഷയം അവിടെ ഇല്ല. പിന്നീട് ഒരു ലഫ്ളി ആയിട്ടുള്ള വാചകത്തിൽ നിന്നുള്ള ഒരു ഫായിദയാണ് ഇത്ലാഖുൽ ഉമൂമി മഅ ഇറാദത്തിൽ ഖുസൂസ്. ഒരു പ്രത്യേക കാര്യം ഉദ്ദേശിച്ചുകൊണ്ട് മൊത്തത്തിൽ ഉള്ള വാക്കുകൾ ഉപയോഗിക്കാം എന്നുള്ളതാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉമിർന ബിസ്സുകൂത്ത് വനുഹീന അനിൽ കലാം. നമ്മളോട് ഉമിർന ബിസ്സുകൂത്ത്, മിണ്ടാതിരിക്കാൻ കൽപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പരസ്പരം മനുഷ്യന്മാർ തമ്മിലുള്ള സംസാരം ഉണ്ടാതിരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നിസ്കാരത്തിൽ സുക്കൂത്ത് പാടുണ്ടോ? ഇല്ല. നിസ്കാരത്തിൽ സുക്കൂത്തില്ല. നമ്മൾ ദിക്റുകൾ ചൊല്ലണം, നിസ്കാരത്തിൽ ദിക്റുകൾ ചൊല്ലണം. ഒരു സൂറത്ത് ഓതിയാൽ അടുത്ത സൂറത്ത് ഓതണം. നിസ്കാരത്തിൽ ഒന്നുകിൽ നമ്മളുടെ ഖിറാഅത്ത് ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ ഇസ്തിമാ ഉണ്ടാകും. ഇമാമിനെ ശ്രദ്ധിച്ചു കേൾക്കുമ്പോൾ മാത്രമാണ് നമ്മൾ മിണ്ടാതിരിക്കുക. അതല്ലാതെയുള്ള സുക്കൂത്ത് ഇല്ല. അതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതല്ല. ഇവിടുന്ന് തെളിവായി എടുത്തത് ചില സമയത്ത് ചില മൊത്തമുള്ള ചില വാക്ക് പറയും, പക്ഷെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേകമായിരിക്കും. നുഹീന അനിൽ കലാം, കലാമിൽ നിന്ന് നമ്മൾ വിലക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അലൽ ഇത്ലാഖല്ല, നിരുപാധികമായിട്ടല്ല. കാരണം
സംസാരിക്കുന്നുണ്ട്. ഖുർആൻ അത് നമ്മൾ ഖിറാഅത്താണ്, അള്ളാഹുവിന്റെ കലാമാണ് നമ്മൾ പറയുന്നത്. അത് കലാമാണ്, അള്ളാഹുവിന്റെ കലാമാണത്. അത് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ആ കലാം നിരോധിച്ചിട്ടില്ല, മറിച്ചിട്ട് മനുഷ്യന്മാർ തമ്മിലുള്ള സംസാരമാണ് അവിടെ വിരോധിച്ചത്. അപ്പൊ അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കും എന്നുള്ളതിന് തെളിവായി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതേപോലെ അന്നൽ അംറ ബിശ്ശൈ ലൈസ നഹിയൻ അൻ ളിദ്ദിഹി, ഒരു കാര്യം കൽപ്പിച്ചാൽ അതിനെ എതിരായിട്ടുള്ള കാര്യം വിരോധിച്ചു എന്ന അർത്ഥമില്ല എന്നാണ്. എങ്ങനെയാണ് അതിന് തെളിവ് പറഞ്ഞത്? ഫഉമിർന ബിസ്സുക്കൂത്ത് എന്ന് പറഞ്ഞ് നിർത്തിയിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മിണ്ടാതിരിക്കാൻ ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടു എന്ന് മാത്രം പറഞ്ഞില്ല, മറിച്ച് വനുഹീന അനിൽ കലാം, അതുപോലെ സംസാരിക്കുന്നത് വിരോധിച്ചു എന്നുകൂടി പറഞ്ഞു. അപ്പൊ അത് രണ്ടും കൂടി പറയുമ്പോഴേ അത് രണ്ടും വിരോധിച്ചു എന്ന് അർത്ഥമാക്കുന്നുള്ളൂ എന്നതുകൊണ്ടാണ് രണ്ടും വെവ്വേറെ എടുത്ത് പറഞ്ഞത് എന്നാണ്. ഇപ്പൊ ഒരു കാര്യം പറഞ്ഞാൽ അതിന്റെ ബാക്കിയൊക്കെ എതിരാകുമെന്ന് എപ്പോഴും നിർബന്ധമില്ല. ഇതൊക്കെ നമ്മൾ പിന്നീട് ഇൻഷാ അല്ലാഹ് കൂടുതൽ ഹദീസുകളൊക്കെ അതിന്റെ ഹുക്കുമുകളൊക്കെ മനസ്സിലാക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ഖായിദകളൊക്കെ ഇൻഷാ അല്ലാഹ് കുട്ടികൾ നിങ്ങൾക്ക് പിന്നീട് ഉപയോഗപ്പെടും. അടുത്തൊരു ഹദീസ് കൂടി നമുക്ക് വായിക്കാം. അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ വ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു. രണ്ടാളുകൾ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അബൂ ഹുറൈറ. പക്ഷേ അദ്ദേഹം റളിയല്ലാഹു അൻഹും എന്നാണ് കൊടുത്തത്. എന്തുകൊണ്ടാണ്? അബ്ദുല്ലാഹി ഇബ്നു ഉമറിൽ രണ്ടാളുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന് പറയുമ്പോൾ തന്നെ റളിയല്ലാഹു അൻഹുമാ എന്നാണ് പറയാറ്. രണ്ടാളുണ്ട്. ഇനി അതോടൊപ്പം അബൂ ഹുറൈറയുണ്ട്. അപ്പൊ രണ്ടുപേരും ഉള്ളൂ, രണ്ട് സഹാബിയേ ഉള്ളൂ. പക്ഷെ ഒരു സഹാബിയുടെ കൂടെ മറ്റൊരു സഹാബിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരുണ്ട്. അതുകൊണ്ട് അദ്ദേഹം റളിയല്ലാഹു അൻഹും എന്നാണ് കൊടുത്തത്. അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ ഇദ ഇസ്തദ്ദൽ ഹർറു ഫഅബ്രിദു ബിസ്സലാ ഫഇന്ന ശിദ്ദത്തൽ ഹർരി മിൻ ഫൈഹി ജഹന്നം. നിങ്ങൾ ചൂട് കടുത്തു കഴിഞ്ഞാൽ ഫഅബ്രിദു ബിസ്സലാ, നിസ്കാരത്തെ നിങ്ങൾ തണുപ്പിക്കുക. ഫഇന്ന ശിദ്ദത്തൽ ഹർരി മിൻ ഫൈഹി ജഹന്നം, കാരണം ഈ കഠിനമായ ചൂട് എന്ന് പറയുന്നത് നരകത്തിന്റെ ചൂടിൽപ്പെട്ട, നരകത്തിന്റെ പുകയിൽപ്പെട്ട, അതിന്റെ നിശ്വാസത്തിൽപ്പെട്ട ഒന്നാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. ഇവിടെ ഇത് ഇസ്തദ്ദൽ ഹർ എന്ന് പറഞ്ഞാൽ ചൂട് കടുക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അയ്യാമുസ്സൈഫ് അഥവാ ഉഷ്ണകാലത്തെയാണ്, അതല്ലാതെ മറ്റൊന്നുമല്ല. ഉഷ്ണകാലത്ത് ലുഹർ നിസ്കാരത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ അസ്സലാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലുഹർ നിസ്കാരം മാത്രമാണ്, കാരണം അതിനാണ് കടുത്ത ചൂടുണ്ടാവുക. ലുഹർ നിസ്കാരത്തിന്റെ സമയത്ത് അത് കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഫഅബ്രിദു ബിസ്സലാ, നിസ്കാരത്തെ നിങ്ങൾ തണുപ്പിക്കുക. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിസ്കാരം ചൂട് കുറയുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് നീട്ടിവെക്കാവുന്നതാണ് എന്നാണ്. ഇതൊരു എന്താ പറയുക, മൊത്തത്തിൽ വന്ന കാര്യത്തിനുള്ള ഒരു ഖുസൂസായിട്ടുള്ള നിയമമാണ്. കാരണം മൊത്തത്തിൽ ഒരൊറ്റ നിസ്കാരം ഒഴികെ എല്ലാ നിസ്കാരവും അതിന്റെ ആദ്യ വക്തിൽ നിസ്കരിക്കലാണ് അഫ്ളൽ. ഏതാണ് ഒരൊറ്റ നിസ്കാരം ആദ്യ വക്തിൽ നിസ്കരിക്കൽ അഫ്ളൽ ഇല്ലാത്ത? ഇശാ നിസ്കാരം. ഇശാ നിസ്കാരം അത് ആദ്യ വക്തിൽ നിസ്കരിക്കലല്ല അഫ്ളൽ. ആളുകൾക്ക് പ്രയാസകരമല്ല ആയിരുന്നില്ലെങ്കിൽ അതിന് കുറച്ച് വൈകിപ്പിക്കലാണ് അഫ്ളൽ എന്ന് വന്നിട്ടുണ്ട്. ബാക്കി ഏതുമാകട്ടെ, ഫജ്ർ ആകട്ടെ, ലുഹർ ആകട്ടെ, അസ്ർ ആകട്ടെ, മഗ്രിബ് ആകട്ടെ, അതിന്റെ ആദ്യ വക്തിൽ നിസ്കരിക്കലാണ് അഫ്ളൽ, അതാണ് അസ്ൽ. എന്നാൽ ആ അസിൽ നിന്നും പുറത്തു പോകുന്ന ഒരൊറ്റ സന്ദർഭമാണിത്. ലുഹർ നിസ്കാരം അത് കടുത്ത ചൂടുള്ള സമയത്ത് ഉഷ്ണകാലത്താണ് എങ്കിൽ അത് ആദ്യ സമയത്ത് നിസ്കരിക്കുന്നത് മാറ്റിയിട്ട് അല്പം വൈകിപ്പിക്കാം എന്നാണ്. എത്രത്തോളം വൈകിപ്പിക്കാം? ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാഹ് കണക്ക് നമ്മുടെ നാട്ടിലത്തെ കണക്ക് തന്നെ പറയുന്നുണ്ട്. അഥവാ നമ്മുടെ നട്ടുച്ച ഒരു 12 മണിയാണ്, അതിൽ നിന്നൊരു 3 മണിക്കൂറൊക്കെ വൈകിപ്പിക്കാം, യാതൊരു കുഴപ്പവുമില്ല എന്നാണ്. 3 മണി, ഏകദേശം 3 മണിയാകുമ്പോൾ ലുഹർ നിസ്കരിച്ചാൽ മതി അങ്ങനെയുള്ള സമയത്ത്. പക്ഷെ ഇത് അസീമല്ല, നിർബന്ധമല്ല. ഇത് നിർബന്ധം എന്നുള്ള നിലക്കല്ല, മറിച്ച് റുഖ്സയാണ്, ഒരാൾക്ക് എളുപ്പം എന്നുള്ള നിലക്കാണ്. അത്രയും പ്രയാസപ്പെടേണ്ടതില്ല എന്നുള്ള നിലക്കാണ്. ശരീഅത്തിന്റെ അത്രയും യുസ്റാണ്, എളുപ്പമാണ് അത് കാണിക്കുന്നത്. കാരണം മനുഷ്യർക്ക് പ്രയാസമുണ്ടാകുന്ന ഒരു സമയമാണ്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നടന്നു വരുന്നവർക്ക് പ്രയാസമുണ്ട്, നിന്ന് നിസ്കരിക്കുന്ന മസ്ജിദിൽ പ്രയാസമുണ്ട്, കടുത്ത ചൂടാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു എളുപ്പമാണ്. അവർക്ക് വേണമെങ്കിൽ നിസ്കാരത്തെ എന്ത് ചെയ്യാം? അത് അല്പം വൈകിപ്പിച്ചിട്ട് തണുപ്പ് അഥവാ ചൂട് ഒന്ന് മാറുന്നത് വരെ. കാരണം ഒരു 3 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ആ കടുത്ത ചൂടൊന്ന് കുറഞ്ഞു തുടങ്ങും. അപ്പോൾ ആ സമയത്തേക്ക് നിസ്കാരം വൈകിപ്പിക്കാം എന്നാണ് ഈ ഹദീസിൽ നിന്നും മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള പാഠം. അതാണ് ഒന്നാമത്തെ ഫായിദ. ഇനി രണ്ടാമത്തെ ഫായിദ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫായിദയാണ്. മുറാഅത്തുൽ ഇബാദത്തി ഫി ദാതിഹാ ഔലാ മിൻ മുറാഅത്തിൽ ഇബാദത്തി ഫി വഖ്തിഹാ. ഒരു കാര്യം അത് ഇപ്പൊ നിസ്കാരത്തിന്റെ കാര്യം എടുക്കാം. നിസ്കാരം അതിന്റെ ആദ്യ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ് അഫ്ളൽ. പക്ഷേ അതിനേക്കാളും അഫ്ളലാണ് നിസ്കാരം ഖുശൂഓടുകൂടി നിസ്കരിക്കുക എന്നുള്ളത്, ഭയഭക്തിയോടുകൂടി നിസ്കരിക്കുക എന്നുള്ളത് അതിനേക്കാളും അഫ്ളലാണ്. അപ്പൊ ആ നിസ്കാരത്തിനെ തന്നെ ബാധിക്കുന്ന കാര്യത്തെയാണ് അതിന്റെ സമയത്തെയോ അല്ലെങ്കിൽ സ്ഥലത്തെയോക്കാൾ
പരിഗണിക്കുക എന്നുള്ളതാണ്. ഇത് ശരീഅത്തിൽ ധാരാളം വന്നിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് അശാ വിളമ്പിയാൽ അഥവാ വിശക്കുന്ന സമയത്ത് ഭക്ഷണം വിളമ്പി, അതല്ലെങ്കിൽ നിങ്ങൾക്ക് മലമൂത്ര വിസർജനത്തിന് വേണ്ടി പ്രയാസം പോകാൻ തോന്നിയാൽ നിങ്ങൾ ആദ്യം അത് ചെയ്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നിസ്കരിക്കേണ്ടത് എന്നുള്ളതാണ്. കാരണം ഇവിടെ ജമാഅത്ത് നിസ്കാരം ആരംഭിച്ചാൽ പോലും ഒരാൾ ജമാഅത്ത് നിസ്കാരം ബാങ്ക് കൊടുക്കാൻ പോവുകയാണ്, ഒരാൾക്ക് ശക്തമായിട്ട് ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നു, അയാളെ സംബന്ധിച്ചിടത്തോളം വേഗം ടോയ്ലറ്റിൽ പോയിട്ട് ജമാഅത്ത് നിസ്കാരത്തിൽ വരിക എന്നുള്ളതാണ് വേണ്ടത്. കാരണം ആ നിസ്കാരത്തിന്റെ ഇബാദത്തിന്റെ ഖുശൂആണ് നമ്മൾ കാര്യമായി പരിഗണിക്കേണ്ടത്. അതങ്ങനെ ശക്തമായ പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തു തീർക്കാം എന്ന് വിചാരിച്ച് ചെയ്യലല്ല. അപ്പൊ ഇവിടെ നോക്കൂ, ളുഹർ അതിന്റെ ആദ്യ സമയത്ത് നിസ്കരിക്കലാണ് അഫ്ളലായിട്ടുള്ളത്. പക്ഷെ ആ സമയത്ത് നിസ്കരിക്കുമ്പോൾ അല്പം മശക്കത്തുണ്ട്, പ്രയാസമുണ്ട്, നല്ല വെയിൽ കൊണ്ട് പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ്. നമ്മളൊക്കെ ചിലപ്പോൾ അത് അറിഞ്ഞിട്ടുണ്ടാവുകയില്ല. അത് അങ്ങനെയുള്ള നാടുകളിൽ അത് ഇന്നും അതറിയുന്ന സാഹചര്യമുണ്ട്. AC ഒന്നും ഇല്ലാത്ത അങ്ങനെ ചൂടിൽ ഒക്കെയുള്ള മസ്ജിദുകളിലൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാകും. അപ്പൊ അത് ആ പ്രയാസപ്പെട്ട ആ നിസ്കാരം എങ്ങനെയെങ്കിലും നിർവഹിക്കാനല്ല ശരീഅത്തിൽ പറയുന്നത്, മറിച്ച് അതിനൊരു എളുപ്പം നൽകുകയാണ്. ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ചില സമയത്ത് മക്കാനുമായി സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ട് പണ്ഡിതന്മാർ ഈ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. തവാഫ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും അഫ്ളലായിട്ടുള്ളത് കാബയുടെ ഏറ്റവും അടുത്ത് നിന്ന് തവാഫ് ചെയ്യുക എന്നുള്ളതാണ്. കാബയോട് ഏറ്റവും അടുത്ത സഫിൽ നിന്നും അടുത്ത ചുറ്റിൽ തവാഫ് ചെയ്യുക എന്നുള്ളതാണ് അഫ്ളലായിട്ടുള്ളത്. എന്നാൽ തവാഫ് ചെയ്യുന്ന സമയത്ത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 3 ചുറ്റലിൽ റംല് ഒരല്പം സ്പീഡിൽ ഓടിയിട്ടുള്ള, അല്പം കാലുകൾ ചുവടുകൾ അടുപ്പിച്ചു വെച്ചിട്ട് റംൽ എന്നുള്ളത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ റംൽ എന്നുള്ളത് ഈ തവാഫ് എന്നുള്ള ഇബാദത്തിന്റെ ഉള്ളിൽപ്പെട്ട ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ അടുത്ത് നിൽക്കുക എന്നുള്ളത് ആ ഇബാദത്തിന്റെ ദാത്തിൽപ്പെട്ട കാര്യമല്ല, മറിച്ച് അതിന്റെ പുറത്തിൽപ്പെട്ട ഒരു അഫ്ളലാണ്, അതിന്റെ പുറത്തുപെട്ട ഒരു അഫ്ളലായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അവിടെ ഏതിനാണ് അവിടെ പരിഗണിക്കേണ്ടത്? ഒരാൾക്ക് ഇങ്ങനെ ഒരു അവസരം വന്നു, ഒരാൾക്ക് കാബയുടെ അടുത്ത് നിന്നും തവാഫ് ചെയ്യുകയാണ് എങ്കിൽ അങ്ങനെ ഓടാൻ സാധിക്കില്ല, തിരക്ക് ഭയങ്കര കൂടുതലായിരിക്കും, നടക്കാൻ പോലും സാധിക്കില്ല, ഇങ്ങനെ എഴഞ്ഞു നീങ്ങേണ്ട അവസ്ഥ അടുത്ത് നിന്ന് തവാഫ് ചെയ്യുമ്പോൾ ഒരാൾക്ക് ഉണ്ടാകും. പക്ഷെ കാബയുടെ അടുത്ത് നിൽക്കാൻ പറ്റും. ഒരാൾക്ക് കുറച്ച് വിട്ടു നിന്ന് കഴിഞ്ഞാൽ ഈ റംലൊക്കെ കൃത്യമായി ചെയ്യാം. ആദ്യത്തെ 3 ചുറ്റിൽ നന്നായി റംലൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇയാൾ ഈ രണ്ടാമത്തതാണ് തിരഞ്ഞെടുക്കേണ്ടത്. കാരണം ആ ഇബാദത്തിലുള്ള അതിന്റെ ദാത്തിയായിട്ടുള്ള കാര്യത്തിനെ പരിഗണിക്കുക എന്നുള്ളതാണ് അതിന്റെ സമയത്തെയോ അതല്ലെങ്കിൽ സ്ഥലത്തെയോ പരിഗണിക്കുന്നതിനേക്കാളും ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള പാഠം ഇതിലുണ്ട്. അതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അഥവാ ളുഹർ അത് അതിന്റെ ആദ്യ വക്തിൽ നിസ്കരിക്കുക എന്നുള്ള വക്തിനേക്കാളും അതിന്റെ മുറാഅത്തു അദ്ദാത്ത്, ആ ഇബാദത്തിനെ പരിഗണിക്കുക എന്നുള്ളതാണ്. കാരണം ആ ളുഹർ ഖുശൂഅോടുകൂടി പ്രയാസമില്ലാതെ നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഫഅബ്രിദു, അഥവാ നിങ്ങൾ തണുപ്പിച്ച് കുറച്ച് വൈകിപ്പിച്ചിട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഇവിടെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. ഈ റുഖ്സ എടുക്കലാണ് നമുക്ക് പ്രയാസമെങ്കിൽ ആ റുഖ്സ എടുക്കേണ്ടതില്ല. ഉദാഹരണത്തിന് ഒരാൾക്ക് ജോലിയുണ്ട്, അത് ജോലി സമയം ഇപ്പോൾ 1 മണി മുതൽ 2 മണി വരെയാണ് ഇയാൾക്ക് നിസ്കരിക്കാനൊക്കെ ഉള്ള അളവ്, അല്ലെങ്കിൽ 12 മുതൽ 1:30 വരെയാണ്. അതിനുശേഷം 1:30 മുതൽ അസർ വരെ അയാൾക്ക് ജോലിക്ക് കയറണം. അയാളെ സംബന്ധിച്ചിടത്തോളം 3 മണിക്ക് പിന്നീട് ളുഹർ നിസ്കരിക്കാൻ വേറെ സമയം കിട്ടൂല. അപ്പൊ അത് കൂടുതൽ പ്രയാസമാകും. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം അത് ആ അഫ്ളലിയത്ത് പ്രയാസം കൊണ്ട് എടുക്കുകയല്ല വേണ്ടത്, മറിച്ച് ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കുക. കാരണം അത് പിന്നെയുള്ള സമയം അയാൾക്ക് അതിനേക്കാളും പ്രയാസമാണ്. കാരണം ശറഈൽ ഈ നിയമം വന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എളുപ്പമുള്ളത് അത് സ്വീകരിക്കുകയാണ് വേണ്ടത് എന്ന്. അപ്പൊ ഇതാണ് ഈ ഹദീസിൽ നിന്നുള്ള പാഠം. ഇതിലിനി ഒരു വാക്കും കൂടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഈ ചൂടിന്റെ കാരണം എന്ന് പറഞ്ഞു. ഫഇന്ന ശിദ്ദത്തൽ ഹർരി മിൻ ഫൈഹി ജഹന്നം, ഈ കടുത്ത ചൂട് എന്ന് പറയുന്നത് നരകച്ചൂടിൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേറൊരു ഹദീസിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൻ നാർ ഇസ്തകത് ഇലല്ലാഹി അസ്സ വജൽ ഫഅദിന ലഹാ ബിനഫ്സൈനി നഫ്സിൻ ഫിശ്ശിതാഇ വനഫ്സിൻ ഫിസ്സൈഫ്. നരകം അതിന്റെ ചൂട് കടുത്തപ്പോൾ അതിന് ചില ഭാഗങ്ങൾ മറ്റു ചില ഭാഗങ്ങളെ തിന്നുവാൻ തുടങ്ങി എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അങ്ങനെ ആ നരകം അല്ലാഹു തആലയോട് പരാതി പറഞ്ഞു, അതിന്റെ കടുത്ത ചൂട് കാരണത്താൽ, അത്രയും ചൂടാണ് നരകത്തിൽ, അതിൽ പരാതി പറഞ്ഞു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് 2 ശ്വാസം പുറത്തേക്ക് വിടാനുള്ള അനുമതി നൽകി. അതിലൊന്ന് നഫസിൻ ഫിശ്ശിതാ, കടുത്ത ശൈത്യമുള്ള തണുപ്പുള്ള കാലഘട്ടത്തിൽ, വനഫസിൻ ഫിസ്സൈഫ്, ഒന്ന് കടുത്ത ഉഷ്ണമുള്ള കാലഘട്ടത്തിൽ. ഫഅശദ്ദു മാ നജിദു മിനൽ ബർദി മിൻ സംഹരീരി ജഹന്നം, ഈ തണുപ്പുള്ള കാലഘട്ടത്തിൽ നമുക്ക് അങ്ങേയറ്റം പ്രയാസമുണ്ടാകുന്ന തണുപ്പ് എന്ന് പറയുന്നത് അത് നരകത്തിന്റെ നിശ്വാസത്തിൽപ്പെട്ട ഒന്നാണ്. അതുപോലെ ചൂടുള്ള കാലത്ത് അങ്ങേയറ്റം ചൂട് അനുഭവിക്കപ്പെടുന്നത് അത് നരകത്തിന്റെ പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിൽ പെട്ടതാണ്. അപ്പോൾ ഈ കടുത്ത ചൂടും കടുത്ത തണുപ്പും ഒക്കെ നമുക്ക് നരകത്തെക്കുറിച്ച് ഓർക്കാനും കാരണമാകണം എന്നതുകൂടി ഈ ഹദീസിൽ നിന്നും ഒരു ഫായിദയായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇൻഷാ അല്ലാഹ് ബാക്കി ഹദീസുകൾ അടുത്ത ക്ലാസ്സിൽ
മനസ്സിലാക്കാം. വഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.